Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare. താങ്ക് യു വിനീഷ്. അപ്പൊ നമ്മള് 12-ാമത്തെ അധ്യായത്തില് ഭക്തിയോഗം എന്നുള്ള പേരിലുള്ള ഈ അധ്യായത്തില് 7, 8, 9 പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ച. അപ്പൊ ഭക്തി എന്നാണ് പേരെങ്കിലും ബേസിക്കലി ഇതൊരു ജ്ഞാനയോഗത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ ഒരു ജ്ഞാനയോഗം എന്ന തിയറിയുടെ പ്രാക്ടീസ് ആണ് ഭക്തി എന്നും വേണമെങ്കിൽ പറയാം. അപ്പൊ ജ്ഞാനഭക്തി ഭഗവത്ഗീതയിൽ മുഴുവൻ നമ്മൾ സെപ്പറേറ്റ് കർമ്മം, ഭക്തി, ജ്ഞാനം എന്ന് സെപ്പറേറ്റ് ചെയ്ത് 3 ഖണ്ഡങ്ങളായിട്ട് പറയുമെങ്കിലും ഈ ഭാഗങ്ങളിൽ മുഴുവൻ കർമ്മയോഗത്തിന് ശേഷം പറയുന്നത് മുഴുവൻ ജ്ഞാനഭക്തി തന്നെയാണ് എന്നാണ് മിക്കവാറും വിശദീകരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജ്ഞാനവും ഭക്തിയും കൂടെ ചേർന്നിട്ടുള്ളത്, ഈവൻ ദോ നമ്മുടെ സൗകര്യത്തിന് ഓരോരോ ഡിഫറെന്റ് പാത്സ് ആയിട്ട് പറയുമെങ്കിലും അതുപോലെ ഓരോ ആൾക്കാരുടെ മെന്റൽ ആപ്റ്റിറ്റ്യൂഡിന് അനുസരിച്ച് ഓരോ പാത്ത് വേണം. ഇപ്പം വെള്ളത്തിൽ കൂടെ സൈക്കിളിൽ പോകാൻ പറ്റില്ല, റോട്ടിൽ കൂടെ കപ്പലിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് അവരവരുടെ ആറ്റിറ്റ്യൂഡിന് അനുസരിച്ചുള്ള ഓരോ വെഹിക്കിൾ വേണം എന്നുള്ളത് കൊണ്ട് ഇതിനെ ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയുന്നുവെങ്കിലും ഇവിടെ പറയുന്നത് മുഴുവൻ ജ്ഞാനഭക്തിയെ കുറിച്ചാണ്. അപ്പൊ അർജുന്റെ ചോദ്യം എന്തായിരുന്നു? 10-ാമത്തെയും 11-ാമത്തെയും അധ്യായത്തിലെ വിശ്വരൂപം ഒക്കെ കണ്ട് ഭഗവാന്റെ വിഭൂതികളൊക്കെ കേട്ടതിന് ശേഷം അർജുന്റെ ചോദ്യം വ്യക്തമായ വ്യക്തമായ നിന്നെ കാണുന്ന അല്ലെങ്കിൽ നിന്നെ ആരാധിക്കുന്ന, പല വിധത്തിൽ ആരാധിക്കുന്ന, മൂർത്തി രൂപത്തിലോ പല വിധത്തിലോ ആരാധിക്കുന്ന രൂപത്തിലുള്ള നീയാണോ കേമൻ? അതാണോ ശ്രേഷ്ഠം? അല്ല അൺമാനിഫെസ്റ്റ്, അവ്യക്തമായിട്ട് മനസ്സിൽ മാത്രം നിന്നെ വിചാരിച്ച് അവ്യക്തമായിട്ടുള്ള നിന്നോടുള്ള ഭക്തിയാണോ ശ്രേഷ്ഠം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഭഗവാൻ അതിന് പറയുന്ന ഉത്തരം
അവ്യക്തമായിട്ട് അൺമാനിഫെസ്റ്റ് ആയിട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുള്ള പ്രാക്ടീസസ് ആണ്. അൺമാനിഫെസ്റ്റിലേക്ക് എത്തുന്നത് ഒരു മാനിഫെസ്റ്റ് രൂപത്തിൽ കൂടിയാണ് സൗകര്യം. അല്ലെങ്കിൽ അൺമാനിഫെസ്റ്റ് മാത്രം എന്നുള്ളത് നമ്മുടെ ബുദ്ധിക്കും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അൺമാനിഫെസ്റ്റിനെ മാനിഫെസ്റ്റ് ആക്കി കാണിക്കുകയല്ലേ വിശ്വരൂപ ദർശനത്തിലൂടെ ചെയ്തു തന്നെ, റൈറ്റ്? അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള ട്രൂത്തിനെ മാനിഫെസ്റ്റ് രൂപത്തില് എല്ലാ ലോകത്തിലുള്ള എല്ലാ നന്മയും തിന്മയും സകല കാര്യങ്ങളും സകല ചരാചരങ്ങളും സകല ലോകങ്ങളും ഇതിൽ തന്നെയാണ്. എവറിത്തിങ് ഈസ് ഇൻ മീ, ഐ ആം നോട്ട് ഇൻ ദം എന്ന് കാണിച്ചതിലൂടെ ഈ അൺമാനിഫെസ്റ്റ് എന്ന് പറയുന്നതിനെ ഒരു മാനിഫെസ്റ്റേഷൻ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. ഈവൻ ദോ, അതുകൊണ്ടാണ് പറഞ്ഞത് ആകാശം മുതൽ ഭൂമി വരെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു, കാണുന്ന ദിശകളിലൊക്കെ അനേക വക്രം, അനേക നയനം, അനേക നേത്രം എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം തന്നെ അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ളതിനെ മാനിഫെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിന്താ പരിധിയിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ ഈ ഭക്തി എന്ന് പറയുന്നത് ഈസ് എ പ്ലേ ഓഫ് ദ മൈൻഡ്. അപ്പൊ ഇന്റലക്ട് കൊണ്ട് പിടിച്ച് ഇതിനെ ഫുൾ ലോജിക്കലായിട്ട് അനലൈസ് ചെയ്താല് ഭക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മനസ്സിന് ആ ഡിവോഷൻ, ആ സറണ്ടർ ഭാവം വരുത്താനാണ് സംതിങ് ദാറ്റ് ഇസ് ബിഗർ, ഗ്രേറ്റർ, മോർ എക്സ്പാൻസീവ് ദാൻ വാട്ട് യു ക്യാൻ ഇമാജിൻ എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത് ആ വിശ്വരൂപ ദർശനത്തിൽ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഭഗവാൻ പറയുന്നത് ഈ ക്ലേശം കൂടുതലാണ്. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം. അപ്പൊ അവ്യക്തമായിട്ടുള്ളതിനെ മനസ്സിലാക്കാൻ നിനക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം, ഞാൻ പറഞ്ഞ മാതിരി ജ്ഞാനം ഉണ്ടാവണം, എന്താണ് ഈ കാര്യം എന്നൊക്കെ അറിയണം. എന്നാലും ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ക്ലേശമാണ്. അവ്യക്തമായിട്ടുള്ളതിനെ മനസ്സിലാക്കാൻ ക്ലേശമാണ്. അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭിർവാപ്യതേ. ദേഹബോധമുള്ളവർക്ക്, ശരീരത്തിനോട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നവർക്ക്, ഈ ശരീരം കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന ബോധം കൊണ്ട് ജീവിക്കുന്നവർക്ക്, ചില സമയത്ത് ഫ്ലീറ്റിംഗ് മൊമെന്റ്സിൽ ആ ബോധമില്ലാതെ ഞാൻ ബോഡി അല്ല, മൈൻഡ് അല്ല, ഇന്റലക്ട് അല്ല എന്നുള്ള ബോധമൊക്കെ വരുന്നുണ്ടെങ്കിലും മിക്കവാറും സമയത്ത് ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതും ശരീരം ബോധം കൊണ്ട് ജീവിക്കുന്നതുമായ ആൾക്കാർക്ക് ഇത് വളരെ ക്ലേശം ഉള്ളതാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ, ഈ അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ളതിനെ മനസ്സിലാക്കുക എന്നുള്ളതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നീ എന്ത് വേണം? മാനിഫെസ്റ്റിലൂടെ അൺമാനിഫെസ്റ്റിലേക്ക് എത്തണം. ഈ ചാപ്റ്ററിന്റെ മുഴുവൻ ഐഡിയ അതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസും പറയും ആ ഭക്തന്റെ. അപ്പൊ മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഭക്തിയിലൂടെ ഭഗവാനെ അപ്രോച്ച് ചെയ്തു, ഭഗവാന്റെ അടുത്ത് എത്തി എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാരും, മീരാബായി ആയാലും തുളസീദാസ് ആയാലും പൂന്താനമായാലും, അവരൊക്കെ മാനിഫെസ്റ്റ് ഭക്തി, വ്യക്തഭക്തിയിലൂടെയാണ് അവരെല്ലാവരും പൂർണ്ണമായ മോക്ഷസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അൺമാനിഫെസ്റ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് ദാറ്റ് ഗ്രേറ്റർ ബിഗർ ഐഡിയ. പക്ഷെ അതിലേക്ക് മാനിഫെസ്റ്റഡ് രൂപം എന്നുള്ള വെഹിക്കിളിൽ കൂടെ എത്തണം. ആ മാനിഫെസ്റ്റിലൂടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മൂർത്തി രൂപം അല്ലെങ്കിൽ ഒരു ഫോമിനെയാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മുടെ മനസ്സിന്, റൈറ്റ്? 6ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, മെഡിറ്റേഷൻ സമയത്ത് പറഞ്ഞു, ഓം എന്നുള്ള അക്ഷരം, ഈവൻ ആ ഓം എന്നുള്ള അക്ഷരം തന്നെ ഇറ്റ്സ് എ ഫോം, റൈറ്റ്? ഈവൻ ദോ അൺമാനിഫെസ്റ്റിലേക്കുള്ള ഒരു പടിയാണെങ്കിലും ആ അക്ഷരം തന്നെയാണ് ഒരു മാനിഫെസ്റ്റ് ആണ്. എന്നിട്ട് അതിലൂടെ യു ഡിസോൾവ് എവറിത്തിങ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ബിഗ് unmanifest form, which is that Advaita concept, one is not different from anything എന്നുള്ള ഐഡിയയിലേക്ക് എത്തണം. അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യോഗീസിനാണ് അത് പറ്റുക. പക്ഷെ അല്ലാത്തവർക്ക് മാനിഫെസ്റ്റഡ് രൂപത്തിലൂടെ, വ്യക്തമായ രൂപത്തിലൂടെ തന്നെ പോവാം. അങ്ങനെ വേണമെങ്കിൽ പൂർണ്ണമായ ഡിവോഷൻ വേണം. ആ ഭക്തിയെ കുറിച്ചാണ് ഇനി ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള 13 or 14 ശ്ലോകങ്ങൾ പറയുന്നത്. അപ്പോൾ ദി ഐഡിയ ഈസ് അൺമാനിഫെസ്റ്റ് ആണോ മാനിഫെസ്റ്റ് ആണോ നല്ലത് എന്ന് ചോദിച്ചതിന്, അൺമാനിഫെസ്റ്റിലേക്കാണ് നീ എത്തേണ്ടത്. പക്ഷെ അതിലേക്ക് നീ നിന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നിന്റെ ലിമിറ്റഡ് എക്യുപ്മെന്റ്സ് കൊണ്ട് പോവാൻ നോക്കിയാൽ, അതിനെ ട്രാൻസെൻഡ് ചെയ്യാതെ പോവാൻ നോക്കിയാൽ ഇറ്റ് വിൽ ബി എ ഫ്യൂട്ടൈൽ ജേർണി. അത് നിനക്ക് കടലിൽ സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുന്ന പോലെ ആവും, നടക്കില്ല. അതുകൊണ്ട് യു ഹാവ് ടു ട്രാൻസെൻഡ് ദാറ്റ്. That transcending thing will happen through a bhakti which is easier through a manifested form. അപ്പൊ ഇഷ്ടദൈവങ്ങളെ
പൂജിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് കണക്ട് ചെയ്ത് നോക്കിയാല് ഏത് ഇഷ്ടദൈവത്തിനെ നീ പൂജിച്ചാലും എന്നെ തന്നെയാണ് പൂജിക്കുന്നത്. നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? ആരായാലും അവരെ നീ നിന്റെ ഇഷ്ടദൈവത്തിനെ നീ പൂജിച്ചാൽ, നീ ഇഷ്ടദൈവം എന്ന് പറയുമ്പോൾ ഒരു രൂപത്തിനെ ഒരു മൂർത്തിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? നമുക്കല്ലാതെ ദാറ്റ് ഇസ് വാട്ട് ഇൻ അവർ മൈൻഡ്. അങ്ങനെ ഏത് ഇഷ്ടദൈവത്തിനെ നീ പൂജിക്കുകയാണെങ്കിലും ഇഫക്റ്റീവ്ലി യു ആർ ഡൂയിങ് ഇറ്റ് ടു മീ എന്ന് പറഞ്ഞതിലൂടെ ആ ഡൈക്കോട്ടമി ഭഗവാൻ അവിടെ അവസാനിപ്പിച്ചു. അപ്പൊ ഇവിടെ വന്നിട്ട് ഇനി ആരും ചോദിക്കരുത്, അപ്പൊ ഞാൻ ശിവനെ പൂജിച്ചോട്ടെ, ദേവിയെ പൂജിച്ചോട്ടെ, ദുർഗയെ പൂജിച്ചോട്ടെ, ഗണപതിയെ പൂജിച്ചോട്ടെ, ഞാൻ സരസ്വതി ഭക്തനല്ലേ, ഞാൻ ഗണപതി ഭക്തനല്ലേ, ഞാൻ ദുർഗാ ഭക്തനല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ഡൈക്കോട്ടമി എടുത്തു കഴിഞ്ഞു. സോ ഞാൻ എന്ന് പറയുന്നത് ഇവിടെ കൃഷ്ണൻ എന്നല്ല, വാട്ട് എവർ ഈസ് ദാറ്റ് മാനിഫെസ്റ്റ് ഫോം ദാറ്റ് യു കൺസിഡർ ടു ബി ഡിവൈൻ, റൈറ്റ്? അപ്പൊ നമ്മുടെയൊക്കെ കാര്യം ഇത് ഭക്തിയാണ്. നമുക്ക് ഈ ജ്ഞാനഭക്തിയാണിത്. ജ്ഞാനം, ഈ അറിവിനെ മുഴുവൻ നമുക്ക് കണ്ടൻസ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചു. ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് 7 കളർ ആവും എന്ന് ഫിസിക്സിൽ പഠിച്ചു, റൈറ്റ്? ആ വൈറ്റ് ലൈറ്റ് ഇന്ന് സൂര്യന്റെ കളർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് റെയിൻബോ ആവുന്നത്, 7 കളർ. യു സീ ദാറ്റ് ഇൻ നേച്ചർ. പക്ഷെ അത് ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ സൂര്യനെ കൊണ്ടൊന്ന് വെക്കാൻ പറ്റുമോ ലാബില്? യു നീഡ് എ ലൈറ്റ് ദാറ്റ് റെപ്രസെന്റ്സ് ദ സൺ, റൈറ്റ്? You need a bulb or another white light that represents the sun. But the effect that you are getting in the lab is the same effect that the light is being split into 7 colors. Is in the representation ആയാലും. So the ultimate effect, whether you are taking, അപ്പൊ ഇവിടെ ഞാൻ സൂര്യൻ എന്നുള്ളത് നമുക്ക് എടുത്തു വെക്കാൻ പറ്റാത്ത അൺമാനിഫെസ്റ്റ് ആയിട്ടും ഈ ലൈറ്റ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാനിഫെസ്റ്റ് ആയിട്ടും കണക്കാക്കിയാൽ മതി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ. ഇപ്പൊ സൂര്യനെ എടുത്ത് ലാബിൽ കൊണ്ടുവന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വുഡ് യു സ്റ്റിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്? എനിക്ക് സൂര്യനെ മുഴുവൻ കൊണ്ടുവന്ന് ലാബിൽ വന്നിട്ട് ആ സൂര്യനെ മുഴുവൻ എൻക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിസം ഉണ്ടാക്കിയാലും എനിക്ക് 7 കളറിലേക്ക് കിട്ടും, ഇത് 7 കളറിലേക്ക് കിട്ടുക. അതേസമയം ആ സൂര്യനെ റെപ്രസെന്റ് ചെയ്യുന്ന വൈറ്റ് ലൈറ്റ് ആണെങ്കിലും am I getting those same 7 colors? സോ മാനിഫെസ്റ്റ് രൂപത്തില് നീ ആ സത്യം മനസ്സിലാക്കിയാല് ദി അൾട്ടിമേറ്റ് എൻഡ് പോയിന്റ് ഇസ് നോട്ട് ഡിഫറെന്റ്. സോ അതാണ് ഇവിടെ ഭഗവാൻ പറയാൻ. ഇപ്പൊ ഈ നമ്മൾ ധാരാളം ആൾക്കാർ ഭക്തിയോഗം പറയുമ്പോൾ ഇതിനെ വല്ലാതെ ഒരു പേഴ്സണൽ ഗോഡിന്റെ ഐഡിയയിലേക്കൊക്കെ ചുരുക്കി കൊണ്ടുവന്ന് അതിലേക്ക് മുഴുകുന്നൊക്കെ പറയും ചിലർ. പക്ഷെ നമ്മൾ അദ്വൈതം നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ഗോഡ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യാതെ നമ്മുടെ devotion towards that supreme എന്നുള്ള ഐഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ എവറിത്തിങ് then merges into one. അപ്പൊ അതാണ് ഈ ചാപ്റ്ററിന്റെ കോർ ഐഡിയ. ആൻഡ് ഇറ്റ്സ് എ സിന്തസിസ് ചാപ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിന് ഒരു സിന്തസിസ് ആണ് ഇത്. അപ്പോ മാനിഫെസ്റ്റിനെ എങ്ങനെ മാനിഫെസ്റ്റിലൂടെ, അതായത് ഈ ചെറിയൊരു ബൾബിനെ കൊണ്ട് തന്നെ, ചെറിയൊരു വൈറ്റ് ലൈറ്റിനെ കൊണ്ട് തന്നെ 7 കളേഴ്സ് ആക്കുമ്പം എങ്ങനെ നമുക്ക് ആ പരമമായ സത്യത്തിനോടുള്ള ഡിവോഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ബാക്കിയുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. അപ്പം എന്താണ് വേണ്ടത്? ഏതു സർവാണി കർമാണി മൈ സന്യസ്യ മത്പര. അപ്പൊ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് അൺമാനിഫെസ്റ്റിനെ വേണം. നിനക്ക് അൺമാനിഫെസ്റ്റിലേക്ക് എത്തണം, ആ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തണം. അതിന് മാനിഫെസ്റ്റ് എന്നുള്ള വഴി, വ്യക്തം എന്നുള്ള വഴി നീ അഡോപ്റ്റ് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ ദെൻ സർവകർമ്മങ്ങളും സർവാണി കർമാണി മൈ സന്യസ്യ മത്പര, എന്നിലേക്ക് നിന്റെ എല്ലാ കർമ്മങ്ങളും ഇടാൻ പറ്റണം. അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത. അനന്യമായിട്ട്, അനന്യഭക്തിയാണ് വേണ്ടത്, അന്യഭക്തി അല്ല. ഞാനും നീയും വേറെയാണ്. ഞാൻ നിനക്ക് ഇതാ ഒരു വഴിപാട് ചെയ്യുന്നു, ഞാൻ നിനക്ക് ഇതാ ഒരു പൂജ ചെയ്യുന്നു. നിനക്ക് എന്ന് പറയുന്നത് നീയും ഞാനും ഒന്നാണ് എന്നുള്ള തോന്നലിലേക്ക് എത്തുന്ന ഭക്തി ആവണം, അനന്യഭക്തി ആവണം. അതാണ് വളരെ ബുദ്ധിമുട്ട്. ഇനി അതിലേക്ക് എത്താൻ പറ്റിയാല് ഓട്ടോമാറ്റിക്കലി യു റീച്ച് ദി അൺമാനിഫെസ്റ്റ്. ഞാനും നീയും ഒന്നാണ് എന്നുള്ള അദ്വൈത ബോധം തത്വമസിയിലേക്ക് എത്തിയാല് പിന്നെ അവിടെ മാനിഫെസ്റ്റ് അൺമാനിഫെസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അദ്വൈതത്തിൽ വന്നാല് പിന്നെ എന്താ കാണുന്നതും കാണാത്തതും ഒക്കെ എല്ലാം ഞാൻ തന്നെയല്ലേ? വിശ്വരൂപത്തിൽ ഭഗവാൻ കാണിച്ച മാതിരി എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അൺമാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട്
മൈ സന്യസ്യ മൽപര അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. അങ്ങനെ വന്നാൽ, അങ്ങനെ ചെയ്താൽ തേഷാമഹം സമുദ്രത്ത മൃത്യു സംസാര സാഗരാത്. ഇഫക്റ്റ് ആണ്. എന്താണ് നിനക്ക് വേണ്ടത്? നിനക്ക് വേണ്ടത് മോക്ഷമാണ്. നിനക്ക് വേണ്ടത് ഈ സംസാരത്തിൽ നിന്നുള്ള മുക്തിയാണ്. നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞ മാതിരി നിനക്ക് വേണ്ടത് ജീവൻ മുക്തിയാണ്. ആ ജീവൻ മുക്തി മൃത്യു സംസാര സാഗരാത്. അവിടെ നിന്റെ ശരീരം എടുക്കാം, നിന്റെ ജീവൻ എടുക്കാം ഞാൻ, പിന്നെ ആ മൃത്യു സംസാരത്തിൽ നിന്ന് എടുക്കാം, ലോകത്തിൽ നിന്ന് എടുക്കാം എന്ന് പറയുമ്പോൾ നിന്നെ ശരീരം എടുത്ത് ഞാൻ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിന്റെ ജീവൻ എടുത്ത് ഞാൻ കൊണ്ടുപോകാന്നല്ല. മൃത്യു സംസാര സാഗരാത്. മൃത്യു എന്നുള്ളത് ചേഞ്ച് ആണ്, കോൺസ്റ്റന്റ് ചേഞ്ച്. വേർ ഇസ് ചേഞ്ച് ഹാപ്പനിങ്? ചേഞ്ച് ഇസ് ഹാപ്പനിങ് ഇൻ അവർ മൈൻഡ്, അല്ലെ? നമ്മുടെ മനസ്സിലാണ് ചേഞ്ചുകൾ ഉണ്ടാകുന്നത്. ആ ചേഞ്ച്, ആ മൃത്യു, ആ ചേഞ്ച് ആകുന്ന സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ നിന്നെ കൊണ്ടുപോകാം, നിന്നെ ജീവൻ മുക്തനാക്കാം. യു വിൽ ലിവ് ഇൻ ദിസ് വേൾഡ് വിത്തൗട്ട് എ കൺസേൺ ഫോർ എവറിത്തിങ്. അത്രയാണ് പറയുന്നത്. ഭവാമി നജിരാത് പാർത്ത. എപ്പോ? നജിരാത്, അധികം വൈകാതെ. പല പ്രാവശ്യം ഭഗവാൻ ഇത് വളരെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ അധികം വൈകാതെ, റൈറ്റ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അധികം വൈകാതെ. അതായത് 1ാം ക്ലാസ്സിൽ ചേർന്ന ഉടനെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് തരാന്നല്ല. 1ാം ക്ലാസ്സിൽ ചേർന്നാൽ പിന്നെ ചെയ്യേണ്ടതൊക്കെ ചെയ്താൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ SLC സർട്ടിഫിക്കറ്റ് കിട്ടും. ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി. 4 കൊല്ലം എഞ്ചിനീയറിംഗിന് ചേർന്നാൽ സപ്ലി ഒന്നും ഇല്ലാതെ പഠിച്ചു പോയാൽ 4ാമത്തെ കൊല്ലം ഡിഗ്രി കിട്ടും. ദാറ്റ്സ് എ ഗ്യാരണ്ടി. ഞാൻ പറയുന്നതൊക്കെ ചെയ്താൽ, ഫസ്റ്റ് ഇയർ ചേർന്നുകൊണ്ട് മാത്രമായില്ല, ഫസ്റ്റ് ഇയർ ചേർന്ന് ഞാൻ പറയുന്നതൊക്കെ ചെയ്താൽ 4 കൊല്ലത്തിൽ യു വിൽ ഗെറ്റ് എ ഡിഗ്രി. ഭവാമി നജിരാത് പാർത്ത മയ്യാവേശിത ചേതസ. ഇനി അതിനുശേഷം, അപ്പൊ ഈ ഒരു ഐഡിയ പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അവിടേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പൊ എന്താ വേണ്ടത്? മയ്യേവ മന ആദത്സ്വ മയി ബുദ്ധിം നിവേശയ. 8ാമത്തെ ശ്ലോകം. നിവശ്യസി മയ്യേവ അധ ഊർധ്വം ന സംശയം. ഒരു സംശയവും ഇല്ല. മനസ്സ് എന്നിൽ ഉറപ്പിച്ചോളൂ, ബുദ്ധി എന്നിൽ ഉറപ്പിച്ചോളൂ, നീ എന്നിൽ തന്നെ ജീവിക്കും. ഒരു സംശയവും ഇല്ല. യു വിൽ ലിവ് ഇൻ മീ, യു വിൽ ബി ഇൻ മീ ഫോർ എവർ. ഇതിന്റെ ചിത്തവും മനസ്സും ഉറപ്പിക്കണം. അനന്യഭക്തി, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അനന്യഭക്തി എന്നുള്ള ഐഡിയ. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നീ എന്നിൽ തന്നെ ജീവിക്കും, സംശയമില്ല. ഇനിയിപ്പോ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ആലോചിച്ച് നോക്കുള്ളൂ, മാനിഫെസ്റ്റ് രൂപത്തിനെ എങ്ങനെ അറിയാം എന്നാണ് പറയുന്നത്. അൺമാനിഫെസ്റ്റിലേക്കുള്ള യാത്രയിൽ ഇപ്പൊ അൺമാനിഫെസ്റ്റ് എന്നുള്ള ഒരു ഗോൾ ആയിട്ട് വെക്കണ്ട. നീ നിന്റെ ബുദ്ധിയും മനസ്സും കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നിനക്ക് അറിയാൻ പറ്റുന്നത് എന്തോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാനിഫെസ്റ്റും അൺമാനിഫെസ്റ്റും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതാണ് ഭഗവാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള വഴി എന്താണ്? എല്ലാം എന്നിൽ സമർപ്പിക്കുക, റൈറ്റ്? മനസ്സ് ബുദ്ധി ഒക്കെ എന്നിൽ സമർപ്പിച്ച് അങ്ങനെ വന്നാൽ യു വിൽ ലിവ് ഇൻ മീ. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചിത്തം സമാധാതും ന ശക്നോസി മയി സ്ഥിരം അഭ്യാസേന യോഗേന തതോ മാം ഇച്ഛാത്തു ധനഞ്ജയ. ഇനി അത് ഉറക്കണില്ല, മനസ്സ് എന്നിൽ ഉറക്കണില്ല. അതല്ലേ നമ്മുടെ പ്രശ്നം. ആഗ്രഹം വന്നു, റൈറ്റ്? എനിക്ക് ഭഗവാനെ അറിയണം, ഭഗവാനിൽ മനസ്സ് ഉറപ്പിക്കണം, ഭഗവാനിൽ തന്നെ എൻ്റെ എല്ലാം സമർപ്പിക്കണം. പക്ഷെ അങ്ങോട്ട് മനസ്സ് നിൽക്കണില്ല. മനസ്സ് ഇസ് ലൈക്ക് കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയാണ്. അത് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ് അങ്ങോട്ട് ഓടും, അത് ഉറക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഫുൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് സിന്തസിസ് ആണ്, ഇത് റിവിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞതില്ലേ 6ാമത്തെ അധ്യായത്തിൽ എന്താണ്? അഭ്യാസയോഗം. നിന്നോട് അഭ്യാസം ചെയ്യാൻ ഞാൻ പറഞ്ഞു, നിന്നോട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു, മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരേ ഒരു വഴി മെഡിറ്റേഷനാണ്, ധ്യാനമാണ്. അതുകൊണ്ട് അഭ്യാസം ചെയ്യുക. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ, മനസ്സിനെ പൂർണ്ണമായും എന്നിലേക്ക് സമർപ്പിച്ച് എന്നിൽ തന്നെ ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ധ്യാനം ചെയ്യുക. ലേൺ ടു ഫോക്കസ്, ലേൺ ടു കോൺസെൻട്രേറ്റ്. പ്രാക്ടിക്കലാ പറയുന്നത്. അപ്പൊ ഉടനെ ഇത് പറ്റിയില്ലെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ദർ ഇസ് സ്റ്റിൽ എ വേ. യു ഗോ ബാക്ക് ടു 6ാമത്തെ അധ്യായം, ഗോ പ്രാക്ടീസ്. ഇനിയിപ്പോ അതും പറ്റിയില്ലെങ്കിലോ അഭ്യാസേപ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ. അഭ്യാസത്തിനും കൂടെ നീ അസമർത്ഥനാണെങ്കിൽ, നിനക്ക് ഇതും കൂടെ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നീ ഭൂമിയിൽ ജീവിക്കണ്ടല്ലോ. നീ കർമ്മങ്ങൾ എന്തൊക്കെയോ ചെയ്യണ്ടല്ലോ. ഒന്നും ചെയ്യാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. നീ എന്തൊക്കെയോ ചെയ്യണില്ലേ? മത് കർമ്മ പരമോ ഭവ. എന്നിലേക്കുള്ള പരമമായ സാക്രിഫൈസ് ആയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യും. നമ്മൾ നേരത്തെ 4ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞ പോലെ കർമ്മങ്ങളൊക്കെ എന്നിലേക്കുള്ള സാക്രിഫൈസ് ആയിട്ട്, എനിക്കുള്ള കർമ്മങ്ങളായിട്ട് കർമ്മസന്യാസം ചെയ്യൂ. യു റിനൗൺസ് യുവർ കർമ്മം, റിനൗൺസ് യുവർ ആക്ഷൻ ഇൻ ടു മീ. എല്ലാ കർമ്മങ്ങളും എനിക്ക് എന്ന് ചെയ്യൂ. മദർത്ഥമഭി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അങ്ങനെയുള്ളവന് സിദ്ധിയല്ല, അവനുള്ള അച്ചീവ്മെന്റ്, പ്രാപ്തി, അങ്ങനെയുള്ളവന് പെട്ടെന്ന് കിട്ടും. അപ്പൊ എന്നിലേക്ക് മനസ്സും ബുദ്ധിയും ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
അഭ്യാസം ചെയ്യൂ, യോഗ ചെയ്യൂ, മെഡിറ്റേഷൻ ചെയ്യൂ. ആ മെഡിറ്റേഷൻ അതിനും കൂടെ അശക്തനാണെങ്കിൽ, അതിനും കൂടെ നിനക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഗോ ബാക്ക് ആൻഡ് ഡു ഇത് എന്താ കർമ്മം, എല്ലാ കർമ്മങ്ങളും എന്നിലേക്ക് സമർപ്പിക്കുക. അതും ബുദ്ധിമുട്ടാണെങ്കിലോ, ആ കർമ്മം സമർപ്പിക്കാനും ബുദ്ധിമുട്ടാണെങ്കിലോ, അത് ലാസ്റ്റ് ഐഡിയ, അതൈ തദപശക്തിയോസി കർത്തും മദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തദക്കുരു യഥാത്മവാൻ. അതും കൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ, അണേബിൾ ടു ഡു ഈവൻ കർമ്മ ത്യാഗം ചെയ്യുകയാണെങ്കിൽ റിനൗൺസ് ദ ഫ്രൂട്ട്സ് ഓഫ് ഓൾ ആക്ഷൻസ്. അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണം. ഇത്രയും 12ാമത്തെ അധ്യായമായി ഇത്രയും കാലം ഗീത പഠിച്ചതില് നിനക്ക് ഇത്രയും കാലം ഇത്രയും സമയം ഞാൻ നിനക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതില് നിനക്ക് കർമ്മത്തിന്റെ ഫലങ്ങളെയെങ്കിലും ത്യജിക്കാൻ പഠിക്കാൻ പറ്റണം. റൈറ്റ്? അതാണ്. അപ്പൊ കർമ്മത്തിനെ തന്നെ ത്യജിക്കാൻ പറ്റില്ല. ഓൾ ആക്ഷൻസ് ആർ ഓഫ് യു എന്ന് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ സാരില്ല, ദേഹബോധത്തോടെ ഞാനാണ് കർത്താവ് എന്നുള്ള ബോധത്തോടെ ചെയ്തോ എങ്കിലേ നിനക്ക് ഇത് പറ്റും. നിന്റെ ഈഗോ, രാജസിക ഭാവമല്ലേ നമുക്ക് കർമ്മം ചെയ്യുമ്പോൾ നമുക്കിത് വിടാൻ വളരെ ബുദ്ധിമുട്ടാവും. രാജസിക ഭാവം, കാരണം ഞാൻ എന്നുള്ള ചെയ്യുന്ന കർത്താവാണെന്ന് ഞാൻ എന്നുള്ള ഭാവം വിടാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നീ കർത്താവായിക്കോ, ചെയ്തു കഴിഞ്ഞ ഉടനെ അതിനെ വിട്ടോ. ചെയ്യുമ്പോൾ കർത്തൃബോധം ഉണ്ടായിക്കോളൂ, വിരോധമില്ല, നിവൃത്തിയില്ലെങ്കിൽ. പക്ഷേ ചെയ്ത ഉടനെ ഇതിപ്പോ എനിക്ക് എന്താ കിട്ടുക എന്നുള്ളത് ഉപേക്ഷിക്കുക. കർമ്മഫലത്യാഗം ചെയ്തേ പറ്റൂ. അങ്ങനെ കർമ്മഫലത്യാഗം ചെയ്ത് വന്ന ഒരാൾക്ക് അങ്ങനെയുള്ള ആൾക്ക് എന്നിലേക്ക് എത്താൻ പറ്റും. അതാണ് ഇനി പറയാൻ പോകുന്നത്. ആ കർമ്മഫലത്യാഗത്തിന്റെ ഗുണഗണങ്ങളാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചായ ഉണ്ടാക്കണ കഥ പറഞ്ഞില്ലേ, റൈറ്റ്? വെള്ളം തിളപ്പിക്കുമ്പോ തന്നെ നമ്മൾ പറയും ഐ ആം മേക്കിംഗ് ടീ എന്ന്. ബട്ട് ഇറ്റ്സ് എ ഫാക്ച്വലി റോങ് സ്റ്റേറ്റ്മെന്റ്. ഐ ഹാവ് നോട്ട് മേക്കിംഗ് ടീ, ഐ ആം ജസ്റ്റ് ബോയിലിംഗ് വാട്ടർ. പക്ഷേ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ യു റിയലി നീഡ് നോ എഫേർട്ട് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു ടീ. റൈറ്റ്? ദി ഐഡിയ ഈസ് വെള്ളം തിളപ്പിക്കുക എന്നുള്ള കർമ്മഫലത്യാഗം എന്നുള്ള ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇറ്റ്സ് എൻ ഈസിയർ പാത്ത്. അപ്പൊ ഇത് ചായ ഉണ്ടാക്കുന്ന പോലെയാണ്. യു മൈറ്റ് സേ ദാറ്റ് ഐ ആം മേക്കിംഗ് ടീ. കർമ്മഫലത്യാഗത്തിൽ തന്നെ ഐ ആം റീച്ചിങ്, യു ആർ നോട്ട് റീച്ചിങ് ദെയർ തിയറിറ്റിക്കലി, ബട്ട് യു ആർ പ്രിപ്പയറിംഗ് ദി ഗ്രൗണ്ട് ഫോർ ദാറ്റ്. ആൻഡ് ദെൻ അതിനുശേഷമുള്ള ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ടു ബി മച്ച് ഈസി. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ ഭക്തി എന്നുള്ള ഒരു ഐഡിയയിൽ ഇപ്പോൾ ഒരു പോയിന്റും കൂടെ പറയാം. അപ്പൊ നമ്മൾ ഭക്തി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജ്ഞാനഭക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ചതുർവിധ ഭജന്തേമാൻ ജനാ സുഹൃതിനോട് അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീജ പരദർശനം. അപ്പൊ ഈ 4 വിധത്തിൽ ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി ഉണ്ട്. തേഷാം ജ്ഞാനി നിത്യയുക്താനാം ഏകഭക്തിർ വിശിഷ്യതേ. അവിടെ അത് പറഞ്ഞു. ജ്ഞാനിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഏകഭക്തി, സിംഗിൾ പോയിന്റഡ് ഡിവോഷൻ. ഇപ്പൊ ജ്ഞാനി എന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനഭക്തി തന്നെയാണെന്ന് പറയുന്നത്. ആ സിംഗിൾ പോയിന്റഡ് ഡിവോഷൻ ആണ് ജ്ഞാനിയുടെ ക്വാളിഫിക്കേഷൻ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ സിംഗിൾ പോയിന്റഡ് ഡിവോഷനിലേക്ക് നീ എങ്ങനെ എത്താം? ആ സിംഗിൾ പോയിന്റ് ഡിവോഷൻ മീനിങ് എന്നെ തന്നെ മനസ്സിൽ വിചാരിച്ച് അനന്യഭക്തിയായിട്ട് ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള ധാരണയിൽ എങ്ങനെ എത്താം? അത് നിനക്ക് പറ്റുന്നില്ല, അനന്യഭക്തി നിനക്ക് പറ്റുന്നില്ല എന്നെങ്കിൽ നീ പോയി മെഡിറ്റേറ്റ് ചെയ്യൂ. മെഡിറ്റേഷനും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കർമ്മത്യാഗം ചെയ്യൂ. കർമ്മത്യാഗവും ബുദ്ധിമുട്ടാണെങ്കിൽ കർമ്മഫലത്യാഗവും ചെയ്യൂ. അതും ബുദ്ധിമുട്ടാണെങ്കിൽ എന്താന്ന് ഭഗവാൻ പറയുന്നില്ല. അതും ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും വീണ്ടും ഗീത കേൾക്കൂ. കർമ്മഫലത്യാഗം ചെയ്യാൻ പറ്റുന്ന പോലെ എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു പോയിന്റിൽ നിർത്തുകയാണ്. ഇന്നും പുറകിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് കാൽക്കുലസ് അറിയില്ല എന്ന് പറഞ്ഞാൽ പോയിട്ട് 12ാം ക്ലാസ്സിൽ പോയിട്ട് കാൽക്കുലസ് പഠിക്കൂ എന്ന് പറയാനല്ലേ ടീച്ചർക്ക് പറ്റും, റൈറ്റ്? അപ്പൊ അതുപോലെ ഇതും കൂടെ കർമ്മഫലത്യാഗം ചെയ്യണം. നീ ഈ ലെവലിൽ എത്തിയ സ്ഥിതിക്ക് കർമ്മഫലത്യാഗം ചെയ്തേ പറ്റൂ. ഇനി അപ്പം അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പം ഈ കർമ്മഫലത്യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ 3ാമത്തെ അധ്യായത്തിൽ കുറേ പറഞ്ഞു. ഈ കർമ്മഫലത്യാഗം എന്ന് പറയുന്നത് ഈ സിംപ്ലി പുട്ട് ആൻസൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ ഇല്ലാതാക്കുക. അത് തന്നെയല്ലേ കർമ്മഫലത്യാഗം? കാരണം ഫലം ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ, റൈറ്റ്? An action that we are doing in the present, manifesting in the future is the result. അപ്പൊ ഫലത്യാഗം എന്ന് പറയുന്നത് is simply put living in the present. Correct? കർമ്മഫലത്തിനെ കുറിച്ച് ആശങ്കയില്ലാതിരിക്കുക, കർമ്മഫലത്തിനെ റിനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത് is simply put anxieties about the future ഇല്ലാതിരിക്കുക.
ആങ്സൈറ്റീസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഈസ് സിംപ്ലി ലിവിങ് ഇൻ ദ പ്രസന്റ്. സോ ഈ കർമ്മഫലത്യാഗം എന്ന് പറയുന്നത് പക്ഷേ ലിവിങ് ഇൻ ദ പ്രസന്റ്, ലിവ് ഇൻ ദ പ്രസന്റ്, ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് നമ്മളോട് പലവരും പല വിധത്തിലും പറയും. ബട്ട് ഹൗ ഡു യു ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് ചോദിച്ചാൽ there is no real answer. അപ്പൊ യോഗ ചെയ്യൂ, മെഡിറ്റേറ്റ് ചെയ്യൂ, ട്രൈ ടു കൺട്രോൾ യുവർ സെൻസസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഇത് എന്ത് എളുപ്പമായിട്ട് പറഞ്ഞു നോക്കൂ ഭഗവാൻ, ഇതിൽ എന്ത് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു നോക്കൂ. ലിവിങ് ഇൻ ദ പ്രസന്റ് മീൻസ് സിംപ്ലി not being anxious about the future. How do you not be anxious about the future? What is in the future? Why am I anxious about the future? അയ്യോ എനിക്ക് എന്താവും, ഞാൻ ചെയ്തതിന്റെ റിസൾട്ട് എന്താവും, ഞാൻ അങ്ങനെ ചെയ്തു ഇനിയിപ്പോൾ അതിനെനിക്ക് എന്താവും, ആ ചിന്തയല്ലേ. അതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ ആങ്ഷ്യസ് ആയിരിക്കുന്നത് ഫ്യൂച്ചറിൽ. അത് വിടുകയാണെങ്കിൽ, if you drop that, then you are not anxious about the future. So കർമ്മഫലത്യാഗം is basically living is the എന്താ പറയുക, പ്രാക്ടിക്കൽ way of living in the present. കർമ്മഫലത്യാഗം, I am doing my action and I am not worried about the results of the action as long as I am convinced that I am doing it in the best possible manner. Results will take care of itself. I am not worried about that. So അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതിനെ കർമ്മഫലത്യാഗം പറയുന്നത്. ഇനി ഇതിനെ വേറെ ഒരു ലെവലിൽ കൂടെ നോക്കാം. അപ്പൊ നമുക്ക് ഒരു ചെമ്പ് പാത്രമുണ്ട്, അതിൽ ക്ലാവ് പിടിച്ചിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ ചെമ്പ് പാത്രത്തിൽ കുറച്ച് ക്ലാവ് പിടിച്ചിട്ടല്ലേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതൊന്ന് ഭസ്മമൊക്കെ ഇട്ട് തുടച്ച് മിനുക്കാം, റൈറ്റ്? കുറച്ചുകൂടെ ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ആസിഡ് ട്രീറ്റ്മെന്റ് വല്ലതൊക്കെ ചെയ്തിട്ട് വേണം മിനുക്കാം. ഇനി വല്ലാതെ ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ നീഡ് സം അതർ ഇൻഡെപ്ത് പ്രൊസീജിയർ ടു മിനുക്ക്. ഇതേപോലെയാണ് നമ്മളും. വാസന ലേയേഴ്സ്, കുറച്ച് വാസനകളൊക്കെ ബാക്കിയുള്ളൂ എങ്കിൽ മെഡിറ്റേഷൻ കൊണ്ട് കാര്യം സാധിക്കാം, റൈറ്റ്? യു മൈൻഡ് ഫോക്കസ്ഡ് ആവും, വാസനാസ കൺട്രോൾ ചെയ്ത് ആ ഒരു നമ്മുടെ അതൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ. ഇനി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കർമ്മത്യാഗം എന്നുള്ള ആസിഡ് വാഷ് വേണം ഒന്നുകൂടെ വൃത്തിയാക്കാൻ. ഇനി വാസന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതാണെങ്കിൽ കർമ്മഫലത്യാഗം കൊണ്ട് അവിടേക്ക് എത്തണം. സോ ഇത് ഓൾസോ ആർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് പോളിഷിങ് അവർ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഭഗവത്ഗീത എ മാനുവൽ ഫോർ ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും, അതുകൊണ്ട് ഈ ചാപ്റ്റർ പ്രത്യേകിച്ച് ഒരു സിന്തസിസ് ആണ്. ഒന്നും കേട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെന്നെങ്കിലും കേട്ട് അറിയുമെങ്കിൽ 12ാമത്തെ അധ്യായം മതി. കാരണം 12ാമത്തെ അധ്യായത്തിൽ പ്രാക്ടിക്കൽ സിന്തസിസ് ഒക്കെ വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞതെന്നുള്ള മുഴുവൻ. സോ ദി ഐഡിയ ഈസ് ധ്യാനയോഗം കൊണ്ടും കർമ്മ സന്യാസം കൊണ്ടും കർമ്മഫലത്യാഗം കൊണ്ടും ആണ് നീ എന്നിലേക്ക് എത്തേണ്ടത്. ദാറ്റ് ഇസ് എ വേ ടു റീച്ച് മീ. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗത് ത്യാഗച്ഛാന്തിരനന്തരം. ഇവിടെ ഇത്രയും പറഞ്ഞപ്പം ഹി നീഡ്സ് നൗ ടു കണ്ടൻസ് ഒരു ഡിസെൻഡിങ് ഓർഡറിൽ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് പറയണം. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത്, അഭ്യാസത്തിനേക്കാളും ശ്രേയം ജ്ഞാനമാണ്. അറിവാണ് അഭ്യാസത്തിനേക്കാളും ജ്ഞാനം. അതിനർത്ഥം അഭ്യാസം ഇല്ലാതെയുള്ള അറിവല്ല, അഭ്യാസം ചെയ്തുകൊണ്ടുള്ള അറിവ്. പ്രാക്ടിക്കൽ ചെയ്ത ഒരാളുടെ തിയറിയാണ് is a stronger theory than theory അറിയാതെ പ്രാക്ടീസ് ചെയ്യുന്നത്. Get the idea? So knowledge is stronger, is better than practice. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത്, അഭ്യാസത്തിനേക്കാളും ശ്രേയം ജ്ഞാനമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അഭ്യാസം മെഡിറ്റേഷൻ ഒന്നും വേണ്ട, ഞാൻ പോയി ഉപനിഷത്ത് ക്ലാസ്സിൽ മാത്രം ഇരുന്നോളാം. നോ, ദാറ്റ്സ് നോട്ട് ദി ഐഡിയ, റൈറ്റ്? അഭ്യാസം ചെയ്ത് പ്രാക്ടീസ് ചെയ്തവന് ആ പ്രാക്ടീസിന്റെ തിയറിയും കൂടെ അറിയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് than just doing practice without knowing the theory, right? കാരണം ഇവിടെ എന്താണ്, what is the theory, what is the ultimate need? Ultimate need is to know me, പരമാത്മാവായ എന്നെ അറിയുക. not just that, നീ അതിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നും അറിയുക, റൈറ്റ്? സോ അവിടെ ആ ഒരു ഇതുണ്ട്. അപ്പൊ ഞാനും നീയും know me എന്ന് പറയുമ്പം, know the ultimate എന്ന് പറയുമ്പം ഭഗവാൻ ഉദ്ദേശിക്കുന്നത് know the ultimate at the same time know that ultimate is not different from me, right? അപ്പൊ ആ പ്രാക്ടീസ് ധ്യാനയോഗം ആണ് എങ്കിൽ മനസ്സ് ഉറപ്പിച്ച്, എന്നിലേക്ക് മനസ്സ് ഉറപ്പിച്ച് അനന്യഭക്തി എന്നുള്ള ഭാവത്തിലേക്ക് എത്താനുള്ള വഴി ധ്യാനയോഗം എന്ന പ്രാക്ടീസ് ആണെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഞാനും നീയും ഒന്നാണ് എന്ന് അറിയുക ആണ്. ആ അറിവാണ് പ്രധാനം, ആ അറിവ് ആയിരിക്കലാണ് പ്രധാനം, ആ അറിവ് ബീയിങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഇസ് പ്രധാനം. സോ ദാറ്റ് that knowledge
is ശ്രേയം, is better, is higher than just അഭ്യാസം. സോ വെറുതെ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു, എന്റെ മനസ്സ് നല്ലോണം കൺട്രോൾഡ് ആയി, ശരി കുറച്ച് നേരം സുഖമായിരുന്നു, കം ബാക്ക്. അതല്ല, അതിനേക്കാളും യു ഹാവ് ടു നോ. സോ ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത് അഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ. ഇനിയിപ്പോ അത് പറഞ്ഞു മെഡിറ്റേഷൻ ഇസ് ബെറ്റർ ദാൻ നോളജ്. അത് ഇവിടെ നോളജ് എന്ന് പറയുന്നത് വെറുതെ ഐ ആം വൺ വിത്ത് ഹിം, ഐ ആം വൺ വിത്ത് ഹിം എന്ന് വെറുതെ പറഞ്ഞ് തിയറിറ്റിക്കലായിട്ട് അറിയുന്നതിനേക്കാളും നല്ലത് മെഡിറ്റേഷൻ ആണ്. വേർ യു മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആ സമയത്ത് യു എക്സ്പീരിയൻസ് വൺ വിത്ത് ദ ഹയർ, റൈറ്റ്? ആ സമയത്ത് മെഡിറ്റേഷനിൽ ഒന്നായി എല്ലാം ലയിച്ച് വേറെ ഒന്നുമില്ലാത്ത അവസ്ഥ. വെൻ യു ഗെറ്റ് ടു ആ സമാധി, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മെഡിറ്റേഷന്റെ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് സമാധി ആണ് ഉദ്ദേശിക്കുന്നത്. ആ സമാധി അവസ്ഥയിൽ സമധി, സമം സമ്യക് ധി, വെരി ഗുഡ്, വെരി ഈക്വലൈസ്ഡ് ബുദ്ധി, വെരി ന്യൂട്രൽ എസ്റ്റാബ്ലിഷ്ഡ് ബുദ്ധി, ആ സ്റ്റേറ്റില് ആ വെറും നോളജിനേക്കാളും ജ്ഞാന ധ്യാനം വിശിഷ്യതേ, മെഡിറ്റേഷൻ നല്ലതാണ്. നൗ അടുത്താണ് തമാശ. ധ്യാന കർമ്മഫലത്യാഗം. ഇനി ആ ധ്യാനത്തിനേക്കാളും വിശിഷ്യമാണ് കർമ്മഫലത്യാഗം. എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്നത് ഈസ് ഫോർ സംബഡി who has to reach the unmanifest through the manifest. അപ്പൊ അവിടേക്ക് എത്താനുള്ള വഴിയില് കർമ്മഫലത്യാഗമാണ്. ധ്യാനാ കർമ്മഫലത്യാഗം, ത്യാഗാന്തിരനന്തരം. ത്യാഗം, renouncing things will give you ശാന്തിരനന്തരം, ഇറ്റേണൽ പീസ്. ഇറ്റേണൽ പീസിന് റിനൗൺസ് ചെയ്യണം. റിനൗൺസ് ചെയ്താൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ സന്യസിക്കുക. സന്യാസം എന്ന് പറയുമ്പോൾ കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു എന്നാണ് 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നത്. അതുപോലെ കാമ്യകർമ്മങ്ങളെ ഒക്കെ ന്യാസം ചെയ്ത് ഇൻസിഗ്നിഫിക്കന്റ് ആക്കുക. ഉപേക്ഷിക്കുക എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉപേക്ഷിക്കുക എന്നുള്ള വാക്ക് ഇസ് നോട്ട് റിയലി കറക്റ്റ്. ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം ഉപേക്ഷിച്ച് വേഗം വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ ഇറലവന്റ് ആക്കുക, റൈറ്റ്? ആ ഫലത്തിന്റെ ആക്ഷന്റെ റിസൾട്ട്സിനെ, ഫ്രൂട്ട്സ് ഓഫ് ദി ആക്ഷനെ ഇറലവന്റ് ആക്കുക. കർമ്മഫലത്യാഗം, അത് ത്യാഗാന്തിര അനന്തരം. അപ്പൊ ഇവിടെ ഈ ആദ്യം പറഞ്ഞു പ്രാക്ടീസിനേക്കാളും അഭ്യാസത്തിനേക്കാളും നോളജാണ് നല്ലത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു ചെയ്യുന്നതാണ് നല്ലത്. ആ വെറുതെ അറിയുന്നതിനേക്കാളും, ഇതാണ് അറിയുന്നതിനേക്കാളും മെഡിറ്റേഷൻ ചെയ്ത് ധ്യാനം ചെയ്ത് അതിലേക്ക് ഒന്നാവുക എന്നുള്ള അവസ്ഥയാണ് നല്ലത്. അതിനേക്കാളും നല്ലത് ഫ്രൂട്ട്സ് ഓഫ് ദി ആക്ഷൻ ആണ്. കാരണം മെഡിറ്റേഷൻ യു ആർ ട്രൈങ് ടു raise yourself from the present state to a state of higher ഇത്. പക്ഷേ മെന്റൽ ഓസിലേഷൻസ് ഉണ്ടെങ്കിൽ യു വിൽ നെവർ റീച്ച്. ഇവിടെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഹി ഈസ് റെഫറിങ് ടു മെഡിറ്റേഷൻ ആസ് ആൻ ആക്ഷൻ, നോട്ട് ആസ് ആൻ എൻഡ് ഗോൾ. അപ്പൊ നമ്മൾ ധ്യാനം ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കർമ്മഫലത്യാഗം ചെയ്യാണ്. കാരണം കർമ്മഫലത്യാഗം ഇല്ലാതെ ധ്യാനം ചെയ്താല് ഓസിലേഷൻസ് പോയിട്ടില്ലെങ്കിൽ ധ്യാനം കൊണ്ട് ഫലമില്ല. സോ അഗെയിൻ ഒന്നുമില്ല, 3ാമത്തെ അധ്യായം മുതൽ പറഞ്ഞു വന്ന കാര്യങ്ങളെ വീണ്ടും കളക്ട് ചെയ്ത് പറയണം. സോ അവസാനം ഒരു ഫുട് നോട്ട് പോലെ പറഞ്ഞു, ത്യാഗാന്തിരനന്തരം പീസ് ഇമ്മീഡിയറ്റ്ലി ഫോളോസ് റിനൗൺസിയേഷൻ, റൈറ്റ്? ത്യാഗം തേന ത്യക്തേന ഭുഞ്ജീത എന്ന് പറയും ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാകൃത കസ്യസ്വിധനം എന്ന് പറയും. അപ്പൊ തേന ത്യക്തേന ഭുഞ്ജീത, എങ്ങനെ, ഹൗ ഡു യു എൻജോയ്? എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുക? ത്യക്തേന, റിനൗൺസ് ചെയ്താൽ മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് എ കോൺട്രേറിയൻ വ്യൂ ആണ്. നമ്മൾ വിചാരം എന്താണ്? സാധനങ്ങളൊക്കെ പിടിച്ചു വെച്ചാലാണ് നമ്മൾ എൻജോയ് ചെയ്യാന്നല്ലേ. നമ്മളൊരു സാധനത്തിന് നമുക്ക് സുഖം കിട്ടുന്നത് അത് എൻജോയ് ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്നതിന് പകരം എൻജോയ് ചെയ്യുന്നത് സാധനം പിടിച്ചു വെക്കുമ്പോഴല്ല. എൻജോയ് ചെയ്യുന്നത് റിനൗൺസ് ചെയ്യുമ്പോൾ when you let go of the false notions about what you have. അപ്പൊ ഒരു സാധനത്തിനെ തന്നെ ത്യജിക്കുക എന്നുള്ളതല്ല, ആ സാധനം എന്താണ് തരുന്നത് എന്നുള്ള false notion ത്യജിക്കുക, റൈറ്റ്? സോ അതാണ് ഇവിടെ പറയുന്നത്. സോ റിനൗൺസിയേഷൻ, attachments, clinging attachments to the pleasures arising out of things that you hold dear. അത് ത്യജിക്കുക. അത് ത്യജിച്ച് കഴിയുമ്പോൾ ശാന്തി അനന്തരം, ദി അൾട്ടിമേറ്റ് റിസൾട്ട് ഇസ് ശാന്തി. അപ്പൊ ഇനി അടുത്ത 7 ശ്ലോകങ്ങളിൽ ഭഗവാൻ ഇസ് ഗിവിംഗ് മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ കോണ്ടാക്ട്. ഇത് എങ്ങനെയാണ് ഈ പെർഫെക്ഷനിലേക്ക് എത്തുക എന്നുള്ള മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ കോൺസെപ്റ്റ്. തിയറി മുഴുവൻ പറഞ്ഞു. സോ വെദർ ഇറ്റ് ഇസ് മാനിഫെസ്റ്റ് ഓർ അൺമാനിഫെസ്റ്റ്, എന്താണ് നിനക്ക് വേണ്ടത്,
അൺമാനിഫെസ്റ്റ് എന്നുള്ള രൂപത്തിൽ എന്നുള്ള ഐഡിയയിലേക്ക് എത്തണം. ഈവൻ ഓം എന്നുള്ള കോൺസെപ്റ്റ് കൂടെ മാനിഫെസ്റ്റ് ആണ്. അതുകൊണ്ട് അൺമാനിഫെസ്റ്റ് എന്നുള്ളത് നേരിട്ട് അങ്ങോട്ട് എത്താൻ പറ്റില്ല. യു ഹാവ് ടു ഗോ ത്രൂ എ മാനിഫെസ്റ്റ് ഫോം. ആ മാനിഫെസ്റ്റ് ഫോമിലേക്ക് പോകണമെങ്കിൽ നിനക്ക് എന്ത് വേണം? നിനക്ക് എന്നിലേക്ക് എല്ലാം സമർപ്പിക്കണം. അത് പറ്റില്ലെങ്കിൽ ധ്യാനം വേണം, അത് പറ്റില്ലെങ്കിൽ കർമ്മത്യാഗം വേണം, അതും പറ്റില്ലെങ്കിൽ കർമ്മഫലത്യാഗം വേണം. എന്തുകൊണ്ടാണ് കർമ്മഫലത്യാഗം വളരെ ഉത്തമമാണ് എന്ന് ഞാൻ പറയുന്നതെന്നും കൂടെ പറഞ്ഞു വെച്ചു. സോ ഫോർ എ പ്രാക്ടിക്കൽ മാൻ ഓഫ് ആക്ഷൻ, ഈ ഭൂമിയിൽ കർമ്മം ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി, സന്യാസിക്ക് വേണ്ടി എഴുതിയ ചാപ്റ്റർ അല്ലത്, ഭൂമിയിൽ കർമ്മം ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് കർമ്മഫലത്യാഗം. ഇനി എന്താണ് ആ ക്വാളിറ്റീസ്? അതാണ് ഇനിയുള്ളത് പറയാൻ പോകുന്നത്. അതാണ് ഇനി ഇങ്ങനെയുള്ള ഭക്തനാണ് എനിക്കിഷ്ടം, ഇങ്ങനെയുള്ള ഭക്തനാണ് എനിക്കിഷ്ടം, ഇങ്ങനെയുള്ള ഭക്തനാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പം വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് ഐ ലുക്ക് ഫോർ? ഒന്നുമില്ല, ഇതൊക്കെ നേരത്തെ പറഞ്ഞ ക്വാളിറ്റീസ് തന്നെയാണ് ഒന്നുകൂടെ. സോ രണ്ടാമത്തെ അധ്യായത്തിൽ 55 മുതൽ 63 ശ്ലോകങ്ങൾ വരെ പറഞ്ഞ സ്ഥിതപ്രജ്ഞനെ ഇവിടെ ഒരു സ്ഥിരഭക്തൻ ആക്കി കാണിക്കുകയാണ്. സെയിം ഐഡിയാസ്. വെൻ യു സ്ഥിതപ്രജ്ഞത എന്ന് പറഞ്ഞതിനെ ഇവിടെ സ്ഥിരഭക്തി ആയിട്ട് കാണിക്കുകയാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോമത് ഭക്ത സമേ പ്രിയാഃ. എങ്ങനെയുള്ള ഭക്തനാണ് എനിക്കിഷ്ടം? അദ്വേഷ്ട സർവഭൂതാനാം, ഒരു ജീവിജാലങ്ങളോടും ദ്വേഷമില്ലാത്ത, ഒരു ജീവജാലങ്ങളോടും വെറുപ്പില്ലാത്ത, ദ്വേഷമില്ലാത്ത, ഒന്നിനോടും ഹെയ്റ്റ്, ആങ്കർ ഒന്നും ഇല്ലാത്ത, മൈത്ര, എല്ലാത്തിനെയും ഫ്രണ്ട്ഷിപ്പിലൂടെ, എല്ലാത്തിനെയും സുഹൃത് ഭാവത്തിൽ സ്വീകരിക്കുന്ന, കാരുണ്യമുള്ള, എല്ലാത്തിനോടും കമ്പാഷനുള്ള, എല്ലാ ജീവജാലങ്ങളോടും കമ്പാഷനുള്ള ആള്. നിർമ്മമ, അറ്റാച്ച്മെന്റ്സ് ഇല്ല, മമത, അനിഷ്ടങ്ങൾ ഒന്നുമില്ല. നിരഹങ്കാര, ഞാനെന്ന ഭാവമില്ല, അഹങ്കാരമില്ല. സമ ദുഃഖ സുഖക്ഷമി, ദുഃഖത്തിനെയും സുഖത്തിനെയും സമമായിട്ട് ചെയ്യുന്ന ആള്. ക്ഷമി, നല്ലോണം ക്ഷമിക്കുന്ന, നല്ലോണം ഫോർഗീവ് ചെയ്യുന്ന, നല്ലോണം ക്ഷമിക്കുന്ന ഒരാള്. അങ്ങനെയുള്ള ആള് സന്തുഷ്ട സതതം, അങ്ങനെയുള്ള ആള് വിൽ ഓൾവേസ് ബി സന്തുഷ്ടം, വിൽ ബി ഹാപ്പി. സതതം സന്തുഷ്ടം, വിൽ ഓൾവേസ് ബി ഹാപ്പി. യോഗി, ഹി ഈസ് എ യോഗി. യഥാത്മാ ദൃഢനിശ്ചയ, സെൽഫ് കൺട്രോൾ, ദൃഢനിശ്ചയം, സെൽഫ് കൺട്രോൾ, ദൃഢമായിട്ട് ഉള്ള സെൽഫ് കൺട്രോൾ. ആൻഡ് യഥാത്മാ ദൃഢനിശ്ചയ, സ്റ്റഡി ഇൻ മെഡിറ്റേഷൻ, possessed of firm conviction. മയ്യർപ്പിത മനോബുദ്ധി, എന്നിൽ അർപ്പിച്ച മനസ്സും ബുദ്ധിയും യോമത് ഭക്ത സമേപ്രിയ. ഈ മയ്യർപ്പിത മനോബുദ്ധിയിലാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. അവിടെ നിന്നാണ് ഭഗവാൻ ബാക്കിലേക്ക് പോയത്. നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ ഈ മയ്യർപ്പിത മനോബുദ്ധിന്ന് ബാക്കിലേക്ക് പോയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് മയ്യർപ്പിത മനോബുദ്ധിയിലേക്ക് തന്നെ വന്നു. അപ്പൊ നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്, അപ്പൊ വ്യാസനാണ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ഹിസ് സയന്റിഫിക് ടെമ്പറമെന്റ്, റൈറ്റ്? ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ യു സ്റ്റാർട്ട് വിത്ത് വൈ ഐ ആം എക്സ്പ്ലെയിനിങ് ഇറ്റ്. I am explaining all the causes and I'm coming back to the same place to tell you this is where you started, right? So look at the channel of explanation. അപ്പൊ മയ്യർപ്പിത മനോബുദ്ധി എന്താ ഭഗവാൻ അവിടെ പറഞ്ഞെന്തായിരുന്നു? ഇത് മുഴുവൻ കഷ്ടാണ്. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പര അനന്യേനൈവ യോഗേന മാം ധ്യായന്തു. അനന്യേനൈവ യോഗേന ഏതു സർവാണി കർമാണി മയി സന്യസ്യ, എല്ലാം എന്നിൽ അർപ്പിച്ച്. ഇവിടെ അതന്നെയാണ് തിരിച്ചു വരുന്നത്. മയ്യർപ്പിത മനോബുദ്ധി, എന്താണ് എന്നിലേക്ക് അർപ്പിക്കേണ്ടത്? മനസ്സും ബുദ്ധിയും എന്നിലേക്ക് അർപ്പിച്ച് വരാനാണ് പറഞ്ഞത്. അതും വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞു. മയ്യേവ മന ആദത്സ്വ മയി ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. അവിടെ നിന്നാണ് തുടങ്ങിയത്. ഒരു സംശയമില്ല, എന്നിലേക്ക് മനസ്സും ബുദ്ധിയും ഒക്കെ അർപ്പിച്ച് വരുന്നവൻ എന്നിലേക്ക് തന്നെ എത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. ആരാണ് എന്നിലേക്ക് മനസ്സും ബുദ്ധിയും ഒളിപ്പിച്ചെത്തുക? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധ യോമത് ഭക്ത ചമേപ്രിയ. എനിക്ക് പ്രിയൻ ആരാണ്? ആരാണ് എൻ്റെ ഭക്തൻ? ആ ഈ ഭക്തി യോഗം എന്ന് പറയുന്നത് ഭക്തൻ ആരാണ് എന്നുള്ളതാണ്. ഭക്തൻ എന്ന് പറയുമ്പോൾ എനിക്ക് കുറെ പൂവും പഴങ്ങളും പ്രസാദവും അർപ്പിച്ച് ഏത് നേരവും എൻ്റെ മുന്നിൽ കൈകൂപ്പി എൻ്റെ ശ്ലോകങ്ങളും എൻ്റെ വാക്കുകളും പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്നവനല്ല. അവൻ എന്തും കൂടെ വേണം.
അവന് സർവഭൂതാനാം അദ്വേഷണം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത് ഈ അദ്വേഷ്ട എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെ നല്ല ക്വാളിറ്റീസ് ഉണ്ടായാലും ഈ മറ്റുള്ളവരോട് ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് ദേഷ്യം വെക്കുന്നത്? ഞാനും അയാളും വ്യത്യസ്തനാണ് എന്നുള്ള ഐഡിയ കൊണ്ടല്ലേ. എനിക്ക് ഒരാളോട് ദേഷ്യമുണ്ട് എങ്കിൽ, എൻ്റെ മനസ്സിൽ അയാളോട് ദേഷ്യമുണ്ട് എങ്കിൽ അയാളും ഞാനും ഒന്നല്ല, വേറെ എന്തോ ആണ്. സോ മറ്റൊന്നിനോടല്ലേ നമുക്ക് ദേഷ്യവും ഭയവും ഉണ്ടാവുക. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം പറയും, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നു എന്നൊക്കെ പറയും. പക്ഷെ റിയലി ക്യാൻ യു ബി ആംഗ്രി വിത്ത് യുവർ സെൽഫ്? നോ. നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യവും ഭയവും ഉണ്ടാവാൻ പറ്റില്ല. മറ്റൊന്നിനോടാണ് ദേഷ്യവും ഭയവും എപ്പോഴും, റൈറ്റ്? ആംഗർ ആൻഡ് ഫിയർ ആർ ഓൾവേസ് ടു ദി അതർ തിങ്. ഞാൻ മാത്രം ഉള്ളൂ എന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രേത പിശാചുക്കളൊന്നും ഭയം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. മറ്റെന്തോ ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണ് എനിക്ക് ഭയം ഉണ്ടാവുന്നത്, റൈറ്റ്? അപ്പൊ ഈ ദേഷ്യവും ഭയവും ഉണ്ട് എന്നുള്ളത് തന്നെ ഇറ്റ്സ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് അദ്വൈത ഐഡിയ, or you're not realizing that Advaita concept. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്വേഷ്ടം ആവണം, ദേഷ്യമില്ലാത്ത ആവണം. ആരോട്? സർവഭൂതാനാം. ഇനിയിപ്പം എനിക്ക് ദേഷ്യം, എനിക്ക് മിക്കവാറും ആൾക്കാരോട് ദേഷ്യം, എനിക്ക് 3 പേരോടെ ദേഷ്യമുള്ളൂ. കാര്യമില്ല, സർവഭൂതാനാം, ആരോടും പാടില്ല ദേഷ്യം. അത് ആ ഒരു ലെവലിലേക്ക് എത്തണം. സ്വാമി ചിന്മയാനന്ദൻ എപ്പോഴും പറയും, ഐ ആം an almost, സ്വാമിജി ഐ ആം ഓൾമോസ്റ്റ് റിയലൈസ്ഡ് മാൻ എന്ന് പറഞ്ഞു അത്ര ഒരു ഭക്തൻ വന്നിട്ട്. And the almost realized, so there is no almost realized. You are either realized or you are not realized. What is this almost realized? ഇല്ല, സ്വാമിജി പറഞ്ഞത് ഞാൻ കേട്ടു, സ്വാമിജിയുടെ സ്പീച്ച് കേട്ടു, അദ്വേഷ്ട സർവഭൂ. എനിക്ക് ആകെ 2 പേരോടെ എനിക്ക് ദേഷ്യമുള്ളൂ. കടം കൊടുത്തിട്ട് തിരിച്ചു തരാത്ത 2 പേരോടെ എനിക്ക് ദേഷ്യമുള്ളൂ. ബാക്കി എല്ലാവരും ഐ എം ഓൾ ഗുഡ്. കാര്യമില്ല. ബിക്കോസ് അപ്പൊ എന്താ പ്രശ്നം? ആ കടം കൊടുത്ത കാശിൽ വിട്ടിരിക്കുകയാണ്, അതിനെയും വിട്ടിട്ടില്ല, റൈറ്റ്? അപ്പൊ ആൾക്കാരോടുള്ള ദേഷ്യത്തിന് മുമ്പ് കടം കൊടുത്ത കാശിനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണ് ഇവരോട് ദേഷ്യം വന്ന് യു ഹാവൻ ഈവൻ സാറ്റിസ്ഫൈഡ് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യം പറയുന്നത്, റൈറ്റ്? അറ്റാച്ച്മെന്റ്. അത് കഴിഞ്ഞിട്ടില്ല. അപ്പം അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവജ, എല്ലാരോടും സുഹൃത്ത് ഭാവത്തിൽ കരുണ, കമ്പാഷനേറ്റ് ടുവേർഡ്സ് എവറിത്തിങ്, എല്ലാ ജീവജാലങ്ങളോടും കമ്പാഷൻ. നിർമ്മമ, മമതയില്ലാത്ത ആള്. നിരഹങ്കാര. ഈ നിർമ്മമ നിരഹങ്കാര എന്നൊക്കെ പറയുമ്പം രാമായണത്തില് രാമനെ എപ്പോ എഴുത്തച്ഛൻ വർണ്ണിക്കുമ്പോഴും ഇത് നീ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എഴുത്തച്ഛൻ ഒരു പേജ് ഇല്ലാണ്ട് തീരില്ല, റൈറ്റ്? നിർമ്മമ, നിരഹങ്കാര, ഈ കാര്യങ്ങൾ, നിർമോഹ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അപ്പൊ ഇതൊക്കെ ഇറ്റ്സ് ദി അൾട്ടിമേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഐഡിയാസ് വിച്ച് നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് വരുത്തണം ഇതിലേക്ക് എത്തണമെങ്കിൽ. ഇതിനിപ്പം എനിക്ക് ബ്രഹ്മതത്വം ഒന്നും വേണ്ടാന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ, നിർമ്മമത്വവും നിരഹങ്കാരത്വവും ആക്ച്വലി ഇവിടെ ജീവിക്കുമ്പോൾ സമാധാനമായിട്ട് ജീവിക്കാൻ സഹായിക്കും. അത്രയേ ഉള്ളൂ, റൈറ്റ്? ഇപ്പൊ ഇതൊക്കെ ഭയങ്കര ഹയർ കോൺസെപ്റ്റ്സ് അല്ലേ, വൈ ഡു ഐ നീഡ് ദിസ് എന്ന് തോന്നുകയാണെങ്കിലും വെൻ യു സീ നിർമ്മമ നിരഹങ്കാരം, ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് യു പീസ്. ത്യാഗചാന്തി അനന്തരം നേരത്തെ പറഞ്ഞില്ലേ, അതിലേക്ക് എത്തുകയാണ്. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ. അങ്ങനെയുള്ള യോഗി, ദൃഢനിശ്ചയമായിട്ടുള്ള ആള്, മയ്യർപ്പിത മനോ ബുദ്ധി യോമദ്ഭക്ത സമയത്ത്. അപ്പൊ നേരത്തെ പറഞ്ഞ മയ്യേവ മന ആദത്സ്വ മൈ ബുദ്ധിം നിവശ്യ, അതിനു വേണ്ടിയുള്ള വഴിയാണ് പറഞ്ഞത്. അതൊക്കെ ചെയ്തു കഴിഞ്ഞ് ഈ ക്വാളിഫിക്കേഷൻസും കൂടി ആയിക്കഴിഞ്ഞാൽ മയ്യർപ്പിത മനോ ബുദ്ധി യോമദ്ഭക്ത സമയപ്രിയ, അങ്ങനെയുള്ള ഭക്തനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹീസ് ഡിയർ ടു മീ. ഇതിലെ ഇനി 7ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം, തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അതിലേക്കാണ് പോകുന്നത്. ജ്ഞാനി, അതാണ് പറഞ്ഞ ജ്ഞാനഭക്തിയാണ് എന്ന് പറയുന്നത്. തേഷാം ജ്ഞാനീ നിത്യയുക്താനാം ഏകഭക്തിർ വിശിഷ്യതേ പ്രിയോഹി ജ്ഞാനിനോത്യോർത്ഥം അഹം സജ മമ പ്രിയ. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഭഗവാൻ ഒരാളെ പ്രിയം കൂടുതലാണ് എന്ന് പറയുക. ജ്ഞാനിയാണ് എനിക്കിഷ്ടം, എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പൊ അതൊരു ബയസ് അല്ലേ ഭഗവാന്റെ എന്ന് നമ്മൾ പറഞ്ഞു. ഭഗവാന്റെ ബയസ് അല്ല, ദിസ് ഈസ് ദ സ്റ്റേറ്റ് വെയർ ഹി വാണ്ട്സ് എവറിബഡി ടു റീച്ച്. അപ്പൊ ഒരു കുട്ടിയോട് ഒരു ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ടീച്ചർക്ക് ഇഷ്ടം എന്ന് പറയുമ്പം അവൻ എന്നുള്ള ആളെ അല്ല ടീച്ചർ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ആ നിലവാരത്തിലേക്ക് ഉയരണം, അങ്ങനെയുള്ള ആ ക്വാളിറ്റിയാണ് എനിക്കിഷ്ടം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അവിടെ തേശാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തർ വിശിഷ്യത, അങ്ങനെയുള്ള ആളെയാണ് എനിക്കിഷ്ടം. ആ ലെവലിലേക്ക് നീ ഉയരണം. അതൊരു മോട്ടിവേഷനിലാണ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ബയസസ് ഓർ ഡിസ്റ്റിംഗ്വിഷസ് പീപ്പിൾ. അപ്പൊ നമ്മളെയൊക്കെ ആ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. പിന്നെ ഇനിയുള്ള 5 ശ്ലോകങ്ങളും കൂടെ, 6 ശ്ലോകങ്ങളും നമുക്ക് നാളെ ഒരു ദിവസം തീർക്കാം, അത്രേ ഉള്ളൂ. കാരണം ഇനി പറയുന്ന മുഴുവൻ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള
qualities. So the core of this chapter, this is the idea. What is bhakti? Endana bhakti? Endana jnana bhakti? How do you condense, assimilate jnanam and bhakti together to help you in your practice, and how to purify yourself? Our idea ഈ അധ്യായത്തിൽ പറയും. ഓക്കെ, നിർത്താം നമുക്ക്. നാളെ നമുക്ക് ബാക്കിയുള്ള ഇനിയുള്ള മുഴുവൻ നാരായണൻ, എന്താണ് ഭക്തി, എന്താണ് ജ്ഞാനഭക്തി, ഹൗ ടു പ്യൂരിഫൈ യുവർ സെൽഫ്, പിന്നെന്താ പറയുന്നത് ചാപ്റ്ററിൽ? ഇതില് അതിനെ എന്താണ് ഭക്തി, സോ തുടങ്ങിയത് മാനിഫെസ്റ്റ് വേഴ്സസ് അൺമാനിഫെസ്റ്റ് എന്നുള്ളായിരുന്നു അർജുന്റെ ക്വസ്റ്റ്യൻ. അത്രയും ഒരു ഡീപ്പർ ക്വസ്റ്റ്യനെ ഭഗവാൻ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് മാനിഫെസ്റ്റ് അൺമാനിഫെസ്റ്റ് എന്നുള്ളതിൽ കുടുങ്ങി കിടക്കണ്ട. ഈവൻ ദോ അൺമാനിഫെസ്റ്റ് ആണ് അൾട്ടിമേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്റെ അൺമാനിഫെസ്റ്റ് ഭാവമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിലേക്ക് എത്താൻ ദേഹബോധം കൊണ്ടുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത് കാരണം എല്ലാവരും ദേഹം കൊണ്ട് കർമ്മം ചെയ്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ചെയ്യാനുള്ള വഴികള് അത് അറിഞ്ഞ്, അത് എങ്ങനെയാണെന്ന് അറിഞ്ഞ് ജ്ഞാനത്തോടെ അത് അറിഞ്ഞ് ചെയ്യാനുള്ള വഴികള് ആണ് ഇത് പറയുന്നത്. അപ്പം അതും എന്താണ് ഭക്തി, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ, ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ പോലെ അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച, അതൊക്കെ പോലെ എന്തൊക്കെയാണ് അതിന് വേണ്ട, ഇപ്പൊ 20 ക്വാളിഫിക്കേഷൻസ് പറയും, എന്തൊക്കെയാണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്നുള്ളതും കൂടിയാണ് ഇതിൽ പറയുന്നത്. അല്ല, അൺമാനിഫെസ്റ്റ് ഫോം എന്ന് പറയുന്ന അവസാനത്തെ തത്വമസി തന്നെയല്ലേ? തത്വമസി അൺമാനിഫെസ്റ്റ് എന്ന് പറയുന്നതില് ഇപ്പം നമ്മള് നേരത്തെ ഏത്വക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഈ അക്ഷരം നശിക്കാത്തത്, അക്ഷരം വാട്ട് ദാറ്റ് ഈസ് ഇംപെരിഷബിൾ ഈസ് അവ്യക്തം, റൈറ്റ്? അപ്പൊ ഇത് മുഴുവൻ, അപ്പം ഐ ആം the whole universe is pervaded by me എന്ന് പറയുമ്പം I am subtler than the subtlest. പക്ഷേ നമ്മുടെ ഗ്രോസ് ആയ ബോഡി, അതിനേക്കാളും കുറച്ചുകൂടെ സട്ടിൽ ആയ മനസ്സ്, അതിനേക്കാളും കുറച്ചുകൂടെ സട്ടിൽ ആയ ഇന്റലക്ട് കൊണ്ട് അതിലും സട്ടിലറായ ഒരു സാധനത്തിനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കാൻ യു ഹാവ് ടു ട്രാൻസെൻഡ് ദ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് യൂസ്. പോൾ വാൾട്ടില് ആ റോഡ് കടക്കണമെങ്കിൽ കയ്യിൽ ഉപയോഗിച്ച പോള് വേണം അത്രയും ഉയരം എത്താൻ. പക്ഷേ പോളിനെ വിട്ടാലേ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് പോലെ ബോഡി മൈൻഡ് ഇന്റലക്റ്റിനെ ട്രാൻസെൻഡ് ചെയ്താലേ അവ്യക്തത്തിലേക്ക് എത്തുള്ളൂ. പക്ഷേ ആ ബോഡി മൈൻഡ് ഇന്റലക്റ്റിനെ ട്രാൻസെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ബോഡി മൈൻഡ് ഇന്റലക്ട് കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, റൈറ്റ്? പോൾ വാൾട്ടിലെ പോൾ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനാണ് പറഞ്ഞത് സട്ടിലായിട്ട് എല്ലാം എന്നിലേക്ക് സമർപ്പിക്കുക. അത് ബുദ്ധിമുട്ടാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, അത് ബുദ്ധിമുട്ടാണെങ്കിൽ കർമ്മസന്യാസം ചെയ്യുക, അതും ബുദ്ധിമുട്ടാണെങ്കിൽ കർമ്മ ഫലത്യാഗം ചെയ്യുക. കാരണം ത്യാഗം, റിനൗൺസിയേഷൻ വിൽ ലീഡ് യു ടു ദി അൾട്ടിമേറ്റ്. എന്നിട്ട് the qualities that you want to inculcate while you do that are all these qualities to get to that state. ഇപ്പൊ തത്വമസി എന്ന് പറയുന്നത് ഞാൻ അത് തന്നെയാണ്, യു ആർ ദാറ്റ് എന്നുള്ള ആ ഐഡിയ വന്നു കഴിഞ്ഞാല് പിന്നെ അൺമാനിഫെസ്റ്റ് ആണോ മാനിഫെസ്റ്റ് ആണോ എന്നുള്ള ചോദ്യം തന്നെ ഇല്ലാതാവും. So there is no question of whether there is unmanifest or manifest, right? ഞാനും ഇതും ഒന്നാണെങ്കിൽ എന്റെ ഞാനെന്ന് കാണുന്ന രൂപവും ഞാനെന്ന് കാണാത്ത ഭാവവും ഒക്കെ ഒന്ന് തന്നെയാണെങ്കിൽ there is no question of whether manifest or unmanifest is even there. എല്ലാം ഒന്നായി. There is only one, അദ്വൈതമായി. അതിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഒന്നും ഒരു വ്യത്യാസവും ഇല്ല എന്നൊരു സ്ഥിതിയിലായി. അപ്പൊ തത്വമസി എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ആണോ അൺമാനിഫെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് കാണുന്ന ആളെ പോലെ ഇരിക്കും. യു ആർ ദാറ്റ് എന്ന് ഞാൻ ഇപ്പൊ 11ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശനത്തിൽ അർജുനന് മുഴുവൻ കാണിച്ചു കൊടുത്തു. നീ ഞാൻ തന്നെയാണ്, നീ മാത്രമല്ല ഈ സകല ചരാചരങ്ങളും എന്നിൽ തന്നെയാണെന്ന് കാണിച്ചു കൊടുത്തു. ദാറ്റ് വാസ് മാനിഫെസ്റ്റ്, റൈറ്റ്? പക്ഷേ if you don't have that, but if you have that knowledge, it is unmanifest. അത്രയേ ഉള്ളൂ വ്യത്യാസം. This is just semantics difference ആണ്. ആ സ്റ്റേജിൽ എത്തുമ്പോൾ ഒന്നുമില്ല. it is that നമ്മൾ പറയില്ലേ thin line between one and the other. ഒരു കുറച്ചിങ്ങോട്ടാവാം അങ്ങോട്ടാവാം. Really there is no difference. ശ്രീരാമകൃഷ്ണ, ഈ നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പം ഈ പലപ്പോഴും നമ്മള്
ഇത് ഓരോ കർമ്മഫലത്യാഗം അല്ലെങ്കിൽ കർമ്മ എന്നതിനെ പറഞ്ഞപ്പം അത് പലപ്പോഴും നമ്മളത് വേണ്ടെന്ന് വെക്കലല്ല, അത് ഇൻസിഗ്നിഫിക്കന്റ് ആവുകയാണ് എന്നാണല്ലോ പറഞ്ഞത് ഈ വിഷയങ്ങള്. പെട്ടെന്ന് ഓർമ്മ വന്നു അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി ആഴ്ചപ്പേപ്പില് ഈ വിഗൻസ്റ്റൈൻ എന്നുള്ള ഫിലോസഫറെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ 100ാം വാർഷികമായിരുന്നു, ട്രാക്ടസ് ഫിലോസഫിക്ക ലോജിക്ക അങ്ങനത്തെ ഒരു പുസ്തകമാണ്. അപ്പൊ അതിൽ അദ്ദേഹം അദ്ദേഹം പറയുന്നത് തത്വചിന്താലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്റെ ഈ പുസ്തകത്തിലുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം ആമുഖത്തിലുണ്ട്. പക്ഷെ അതില് ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പുസ്തകത്തെ പറ്റി എഴുതിയതേ വായിച്ചിട്ടുള്ളൂ. അപ്പൊ അതില് അദ്ദേഹം പറയുന്നത് ഈ സിമിലർ കൺസെപ്റ്റ് ആണ്. അതായത് ഇതിനൊന്നും ഒരു ഫിലോസഫിക്കൽ തലത്തിൽ തത്വചിന്താപരമായ ഒരു ഉത്തരവൊന്നുമില്ല. അദ്ദേഹം ഇതൊക്കെ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതെ മനസ്സിലാവും. അതേ ഉള്ളൂ, ഇതിനൊരു പരിഹാരമല്ല ഇവിടെ പറയുന്നത്. പ്രശ്നങ്ങൾ ഇൻസിഗ്നിഫിക്കന്റ് ആവുന്നു, അതാണ് എല്ലാ കാര്യങ്ങളും. അതാണ് ഫിലോസഫിയിലും അവർ കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറയുന്നത്. ഇൻസിഗ്നിഫിക്കന്റ് ആവുന്നു. അതായത് പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. നമ്മളിങ്ങനെ ആഴത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. ഒരു പ്രശ്നം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വ്യാവഹാരിക ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അതിന് മീതെ വേറൊരു പ്രശ്നം വരുമ്പോഴാണ്. ഈ പ്രശ്നം അല്ലാതായി മാറുന്നു. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കിയാൽ അറിയാലോ, ഒരു ക്യാൻസർ വന്ന് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു രോഗിക്ക് ഹോസ്പിറ്റലിൽ ക്യാൻസറിന് ട്രീറ്റ് ചെയ്ത് എന്തെങ്കിലും സർജറി ആവുന്ന ഒരാൾക്ക് ഒരു പനി വന്നാൽ പനി ഈസ് സോ ഇൻസിഗ്നിഫിക്കന്റ് അറ്റ് ദാറ്റ് പോയിന്റ്, റൈറ്റ്? ബിക്കോസ് യു ആർ ഡീലിംഗ് വിത്ത് സച്ച് ബിഗർ തിങ്സ് ഇൻ ലൈഫ്. അതേസമയം ഒന്നുമില്ലാണ്ട് ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു പനി വന്നാൽ ഞാൻ ആകെ ടെൻഷനായി, പനിയായി, അതായി ഇതായി, ഇത് കൊറോണയാണോ, ടെസ്റ്റ് ചെയ്യണം, ഇത് ടെൻഷനായി, റൈറ്റ്? പ്രോബ്ലംസ് ബിക്കം ഇൻസിഗ്നിഫിക്കന്റ് ആൻഡ് ബിഗർ പ്രോബ്ലംസ് കം. അതല്ലേ പറയുന്ന കുന്തി പറഞ്ഞില്ലേ, കൃഷ്ണ എങ്ങനെയാണ് എനിക്ക് നിന്നെ എന്നും ഓർമ്മിക്കാൻ പറ്റുക? എനിക്ക് പ്രശ്നങ്ങൾ തരൂ, കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ തരൂ, കാരണം എനിക്ക് നിന്നെ അപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്ന്. ഈ പണ്ട് ഇവിടെ നിപ്പ വൈറസിന്റെ കാലത്ത് പറഞ്ഞിരുന്നു അന്ന് ഹോസ്പിറ്റലുകളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിപ്പ വൈറസ് ബാക്കി വൈറസുകളെയും കൂടി ഇല്ലാതാക്കി തമാശയായിട്ട് പറയുന്നത്. നിപ്പയെ പേടിച്ച ചെറിയ ചെറിയ അസുഖങ്ങളൊന്നും ആർക്കും പ്രശ്നമില്ലാതായി. പുറത്തിറങ്ങിയാൽ നിപ്പ വരുമെന്നാണ് പേടി. അതിപ്പം ഈ കൊറോണ സമയത്ത് നമ്മൾ കണ്ടില്ലേ, കൊറോണ സമയത്തുണ്ട് മറ്റു അസുഖങ്ങൾ കുറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് ഇല്ല, ആൾക്കാർക്ക് പോയിട്ട് ധാരാളം പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറവായി. പീപ്പിൾ ആർ നോട്ട് സീയിങ് ദാറ്റ്, റൈറ്റ്? ഇല്ലാണ്ടായിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ഇവിടെ ഒരു വേദന വരുമ്പോഴേക്കും ഓടി എമർജൻസി റൂമിൽ പോയി സ്കാൻ ചെയ്തു പറഞ്ഞാൽ സാരില്ല നാളെ മാറും പറഞ്ഞിപ്പോ അത് നാളെ മാറിയിട്ടുണ്ടാവും. പിന്നെ ഈ വിനീഷ് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ മാനിഫെസ്റ്റഡ് ഫോമിലോ അൺമാനിഫെസ്റ്റഡ് ഫോമിലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ട്രാൻസാക്ഷണൽ ലെവലില് ചില ടൂൾ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കേവലം ഇതിലൊന്നും മാത്രമൊന്നുമല്ല. ഭക്തി അല്ലെങ്കിൽ ഈ ഒരു ഇതിന് എഗൻസ്റ്റ് ആയിട്ട് കേവലം ഭൗതികവാദത്തിന്റെ തലത്തിൽ നിന്നിട്ടാണെങ്കിൽ പോലും അവർക്കും ടൂൾ ആവശ്യമാണ്. ഇപ്പൊ പണ്ട് ഈ അജിതയുടെ ഒളിവിലെ ഓർമ്മകളിൽ വായിച്ചിരുന്നപ്പോൾ അവര് ഇങ്ങനെ കാട്ടിൽ കഴിഞ്ഞിട്ട് ഇടയ്ക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടി വട്ടത്തിൽ നിന്നിട്ട് മാവോ സൂക്തങ്ങൾ ഉറക്കെ പറയുന്നേ. നമ്മൾ നാമം ജപിക്കുന്നു എന്ന് പറയുന്നതിന്റെ സിമിലർ ആയിട്ടുള്ളൊരു ഫോം മാത്രമാണ്. അവർക്ക് ധൈര്യം കിട്ടാൻ, അവർക്കൊരു വിശ്വാസം വരാൻ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആവശ്യമാണ് മാവോ സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ചില വഴികൾ ഇപ്പൊ അവർക്കും എന്താ പറയാ അവരുടേതായിട്ടുള്ള സ്മാരകങ്ങള് ഒക്കെ ഇതിന്റെ വേറൊരു രൂപമാണല്ലോ, ക്ഷേത്രത്തിന്റെ വേറൊരു രൂപമാണല്ലോ ഈ സ്മാരകം. ക്ഷേത്രം വിഗ്രഹാരാധന അത് ശരിയല്ല തെറ്റാണ് എന്ന് പറയുന്നവരെ അതിന്റെ വേറൊരു രൂപം കാണിക്കല്ലേ സ്മാരകവും ഒരു ഫോട്ടോയും അല്ലെങ്കിൽ അതിന്റെ ഒരു കൊടി എന്തെങ്കിലും ഇത്. അപ്പൊ ഭൗതികവാദത്തിന്റെ തലത്തിൽ പോലും അതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് ശരിയായ ഒരു അറിവിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇല്ലാതായി പോകുന്നത്, ഇത്തരം ഇതൊക്കെ പോകുന്നത്. വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു വഴിയെ കുറിച്ചാണ് ശരിക്കും ഈ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഓരോ കാര്യങ്ങളും എങ്ങനെ ഈ ഇതിന്റെ ഒരു പ്രാക്ടീസിൽ വരാവുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്ന ഘടകങ്ങളെ ഓരോന്നെടുത്ത് അതിലേക്കുള്ള പരിഹാരം എന്നുള്ളതിലേക്കാണല്ലോ പറഞ്ഞത്. തുടക്കം കർമ്മഫലത്യാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ബാക്കി പിന്നെ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകും. വേറൊരു കാര്യം കൂടി ചിന്തിക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഭക്തിയോഗം എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഭഗവാൻ പറഞ്ഞോ എവിടെയെങ്കിലും വന്ന് മന്ത്രം ചൊല്ലൂ, ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ജപിക്കൂ, ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കർമ്മഫലത്യാഗം മനസ്സിന്റെ ആട്രിബ്യൂട്ട്സ്, ദ്വേഷം ഇല്ലാണ്ട്, മമത ഇല്ലാതെ, അഹങ്കാരം ഇല്ലാതെ, അതാണ്. സോ ടു ലീഡ് എ ബെറ്റർ ലൈഫ്, അതാണ് ഭക്തി. ഭക്തി is that
qualification that you get to lead a better life for yourself. It is not following somebody by chanting something. അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങളല്ല ഭക്തി എന്ന് കാണിക്കേണ്ട. ഭക്തി ഉള്ളിലാണ്, നിന്റെ ആറ്റിറ്റ്യൂഡാണ് ഭക്തി. ഭക്തി is not that show. അപ്പം ഇപ്പൊ ഒരു അമ്പലം എന്ന് പറഞ്ഞ് നീ അവിടെ ഒരിക്കലും പോവാത്ത ഒരാളോ, ഇയാൾ ഒരു ഭക്തനെ അല്ല, അമ്പലത്തിലേ വരുന്നില്ല, ബട്ട് ഹി മൈറ്റ് ബി ദ റിയൽ ഭക്തൻ. അമ്പലത്തിൽ പോകുന്നവരൊക്കെ കപടഭക്തിക്കാരായിരിക്കാം, റൈറ്റ്? സോ ഉദ്ദേശം അമ്പലം ഇസ് എ പ്യൂരിഫൈയിങ് പ്ലേസ്. ഇഫ് യു ഗോ ദെയർ ആൻഡ് ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റീസ് ഫ്രം ദാറ്റ്, ഗ്രേറ്റ്. പക്ഷേ അമ്പലത്തിൽ പോകുന്നത് കാട്ടിക്കൂട്ടാൻ വേണ്ടിയും അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന ഉടനെ കംപ്ലീറ്റ്ലി, ഇപ്പൊ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കംപ്ലീറ്റ് ഒരാഴ്ച മാലയിട്ടു, കടിച്ചു പിടിച്ച് വ്രതം എടുത്തു, ശബരിമല മല ഇറങ്ങി വന്ന ഉടനെ ആദ്യം കയറിയത് മാല അയച്ച് കള്ള് ഷോപ്പിലേക്ക് ആണെങ്കിൽ നീ ശബരിമലയിൽ പോയതിന് എന്താ അർത്ഥം? പക്ഷെ കാണുന്നവരുടെ മുന്നിൽ കറുപ്പെടുത്ത് ഭക്തനാണ്. ബട്ട് വാട്ട് ഈസ് ദ നീഡ്, വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് യുവർ ഭക്തി, റൈറ്റ്? വൈ ഡിഡ് യു ഈവൻ ഡു ഇറ്റ്? യു ജസ്റ്റ് എന്താ ചെയ്ത് ശബരിമലയിൽ കുറച്ച് എക്സ്ട്രാ തിരക്കുണ്ടാക്കി എന്നല്ലാണ്ട് നീ ഒരു കാര്യവും ചെയ്തിട്ടില്ല. യു ക്യാൻ സേ ദാറ്റ് if Shabarimala is an economic enterprise, ഞാൻ അവിടെ പോയി ഒരു ഹോട്ടലിൽ താമസിച്ചു, ഞാൻ കുറെ ആൾക്കാർക്ക് കാശുണ്ടാക്കി, ഓക്കെ, യു കോൺട്രിബ്യൂട്ടഡ് ടു ദ എക്കണോമിക് എന്റർപ്രൈസ്, ഗ്രേറ്റ്, കുഴപ്പമില്ല, വിരോധമില്ല. അതിന് ഏതെങ്കിലും ടൂറിസം സ്ഥലത്തേക്ക് പോയാലും പോരെ, ശബരിമലയ്ക്ക് തന്നെ പോകണം. So the idea is bhakti is not something that you show, or bhakti is not something that you demonstrate for the sake of demonstration. Bhakti is an attitude that you keep with it. ഈ അദ്വേഷ്ട സർവഭൂതാനാം എന്നുള്ള ഭക്തന്റെ ലക്ഷണത്തിലും പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ലൗകിക ജീവിതത്തിൽ അതല്ലാതെ പലതും ചിലപ്പോൾ കാണിക്കേണ്ടി വരും, ദേഷ്യവും ഇതൊക്കെ. അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ പോലെ ഇതൊന്നുമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തത് അതൊരു അഭിനയമാവും. അവിടെ അത് ശരിയായ അഭിനയിക്കാനും നമുക്ക് വേണ്ട ദേഷ്യം. if ദേഷ്യം is an action, good. ദേഷ്യം cannot be an attitude. If ദേഷ്യം is an action, then action ആയതുകൊണ്ട് I can do karmabalatyagam, because if it was an action, I can renounce the effect of that action, right? Appo Swami Chinmayananda parayunnathu, ദേഷ്യം is a kerchief that I put in the pocket. Okay. I take it out when I need it, I put it back in. It has no connection with me. ജീവിതത്തില് കുറെ രാഗദ്വേഷങ്ങളൊക്കെ വേണ്ടി വരും, പ്രകടിപ്പിക്കേണ്ടി വരും, അതല്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല. പക്ഷെ അതല്ല ഞാൻ എന്നുള്ള അറിവില്ല. അത് പറയുമ്പോഴാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച മരിച്ച കഥകളിയിലെ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി കണ്ടോ? അദ്ദേഹം ഈ എന്താ പറയാ, വളരെ വളരെ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ സാത്വികനായിട്ട് പുരാണങ്ങളിലൊക്കെ വളരെ അഗാധമായിട്ടുള്ള അറിവ്, അത്രയും എന്താ പറയുക. പക്ഷെ അരങ്ങിലെ വേഷങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ താടി വേഷത്തിലാണ് പ്രാധാന്യം. അപ്പൊ താടി, കരി, അങ്ങനെയുള്ള വേഷങ്ങളാണ്. ഒരുപക്ഷെ ആ മുഖത്തിന്റെ പ്രത്യേകത ആയിരിക്കും. ഈ പച്ചവേഷത്തിന് നല്ല വട്ടമുഖമൊക്കെ ആകുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുന്നത്. കുറച്ച് അങ്ങനെയല്ല, നീണ്ട മൂക്കൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഓർമ്മയില് ആദ്യം, ഞാൻ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മയിൽ തന്നെ ആദ്യം കണ്ടിട്ടുള്ള നളചരിതം കലി അദ്ദേഹത്തിന്റെ തോന്നും. കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താമസവും രാജസികമായിട്ടുള്ള ഭാവമാണ് ഈ കലിയുടെയും അല്ലെങ്കിൽ താടി വേഷങ്ങളൊക്കെ. അദ്ദേഹം അരങ്ങിൽ അതേ അവതരിപ്പിച്ചിട്ടുള്ളൂ. അത് അവതരിപ്പിക്കാൻ കലി ദമയന്തിയുടെ, അത് കഴിഞ്ഞ് കാട്ടാളനൊക്കെ ദമയന്തിയുടെ അടുത്ത് കാണിക്കുന്നവിടെ നമുക്ക് തന്നെ അങ്ങനെ ദേഷ്യം വരും, അത്ര കടന്ന് ഇതാക്കും അവിടെ നിന്നിട്ട് ആ പദങ്ങളെ ആയിട്ട്. പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ഒരു ചെറിയ മനുഷ്യൻ കാണുന്നത്. പക്ഷെ അവിടെ ചെന്നാൽ നല്ല രൂപം തോന്നും. അപ്പൊ ആ വ്യത്യാസം അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അത് അറിയുകയും ചെയ്യാം. വളരെ സാത്വികൻ, പരമസാത്വികൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതായിട്ടുള്ള ഒരാളെ നമുക്ക് കഥകളി രംഗത്ത് കാണാൻ കഴിയില്ല. അല്ലെങ്കിലൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും കുത്തിത്തിരിപ്പും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ യാതൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു മനുഷ്യൻ. പക്ഷെ അഭിനയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം വിടനായിട്ടും അങ്ങേയറ്റം മോശമായിട്ടുമുള്ള അഭിനയം കാണിക്കും അവിടെ. ആ വ്യത്യാസം ശരിക്കും ആ വേഷഭാവം പകർച്ച എന്നുള്ളത് ശരിക്കും മനസ്സിലാവും ഇങ്ങനെയുള്ള ചില ഇത് കാണുമ്പോൾ. അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ അറിവിന്റെയും ഒക്കെ ഭക്തി ഇതിന്റെയൊക്കെ ഇതായിരിക്കാം. ശരിക്കും മരണവും ശരിക്കും ഒരു എന്താ പറയാ, മോഹിപ്പിക്കുന്ന മരണമായിരുന്നു. വളരെ ശാന്തമായിട്ട്, ക്യാൻസർ പാൻക്രിയാസിലെ ട്യൂമർ ആയിരുന്നു അവസാനം, പക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പക്ഷെ ഏതാണ്ട് ഇങ്ങനെ കഴിയാറായി എന്നുള്ള തോന്നൽ വന്നു. മറ്റ ദിവസം മരിക്കുന്നതിന് ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് വയ്യാ തോന്നി. എന്നിട്ട് മക്കളോട് സഹസ്രനാമൊക്കെ ചൊല്ലാൻ പറഞ്ഞു. സഹസ്രനാമം ചൊല്ലി കഴിഞ്ഞിട്ട് ബാലിയായിട്ട് മരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം. ബാലി, കാരണം ബാലിയാണ് കഥകളിയിലെ താടി വേഷത്തിൽ ഒരു നായകത്വമുള്ള വേഷം. ബാക്കിയൊക്കെ ഇങ്ങനെ ഇതായിട്ടില്ല. അപ്പൊ ബാലിയുടെ ആ പദങ്ങളും ചൊല്ലിയിരുന്നു മക്കളൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചു എന്നാ പറഞ്ഞു. ബാലിയുടെ അവസാനം ഈ ശ്രീവത്സ വത്സ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് പറഞ്ഞൊരു പദമുണ്ട്. അവസാനം ഗോവിന്ദ മുക്തിദേഹി ഗോവിന്ദ മുക്തിദേഹി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ മരണ സമയത്ത് ആ പദം കേട്ടോണ്ടാ മരിച്ചു എന്ന് പറഞ്ഞു അവസാനം.
അനായാസേന മരണം വിനാ ദൈന്യം. ചേട്ടാ പ്രത്യേകിച്ചൊന്നുമില്ല നാരായണ. ഓക്കെ, രാജി എന്താ പറയണേ? ഈ മാനിഫെസ്റ്റോ രൂപത്തിലാണെങ്കിലും അതിലും അനന്യഭക്തി ആവശ്യമല്ലേ? അതെ, അനന്യഭക്തിയിലേക്കാണ് എത്തേണ്ടത്. റിയൽ അല്ല, അനന്യഭക്തി എന്ന് പറഞ്ഞാൽ രണ്ടും. അപ്പൊ ആ മാനിഫെസ്റ്റോ രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും ആ ഭക്തിയുള്ള ആൾക്കും അനന്യഭക്തി തന്നെ വേണ്ടേ? വേണം. അപ്പൊ പൂന്താനം പറഞ്ഞില്ലേ, പിന്നെ ഉണ്ണിക്കണ്ണൻ ഇവിടെ ഓടി നടക്കുമ്പോ ഉണ്ണികൾ എന്തിനു വേറെ, റൈറ്റ്? എനിക്ക് ഉണ്ണി എന്നുള്ള അന്യമായ കോൺസെപ്റ്റിനെ ഉണ്ണിക്കണ്ണൻ മനസ്സിൽ ഓടിക്കളിക്കുമ്പോ, ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ ഓടിക്കളിക്കുമ്പോ ആക്കിയപ്പോ he just made it by to himself, right? സോ അപ്പം വേറൊന്ന് എന്ന് അന്യമല്ലാത്തത്, വേറൊന്ന് എന്നുള്ള ഭാവത്തിൽ അല്ലാത്ത ഭക്തി. ഇപ്പൊ ഞാനിപ്പോ നോക്കിയാണ്, ഇപ്പൊ വേറൊന്ന് എന്നുള്ള ഭാവത്തിൽ എന്താണ്, നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഭഗവാനോട് അപേക്ഷിച്ചു, എനിക്ക് നീ ഇത് തരൂ. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നീ എന്ന ഞാനല്ലാത്ത ആള് ഞാൻ എന്ന ഈ രൂപത്തിന് ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഈ കാര്യം നടത്തി തരൂ. അന്യഭക്തി ആയോ? പൂർണ്ണമായ അന്യഭക്തിയാണത്, റൈറ്റ്? പക്ഷെ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയുള്ളവന് ഞാൻ കാര്യം നടത്തി കൊടുക്കും. കാരണം അവൻ എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ അവന് കാര്യം നടത്തി കൊടുക്കും. കാരണം ഞാൻ കാര്യം നടത്തി കൊടുക്കുന്നു ഭഗവാൻ പറയുമ്പം അവൻ ചെയ്ത കർമ്മത്തിന് അവന് ഫലം ഞാൻ തന്നെയാണ് കൊടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത്, റൈറ്റ്? അപ്പം അവൻ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കൊടുത്തത്, അവൻ ചെയ്ത കർമ്മത്തിനുള്ള ഫലമാണ് ഞാൻ കൊടുത്തത്. പറഞ്ഞു എന്നുള്ളത് അവനാ തോന്നലാണ്, അവൻ എന്നിലേക്ക് അടുക്കാനുള്ളൊരു വഴിയാണത്. അങ്ങനെ വന്ന് അന്യഭക്തിയിലൂടെ പലതരം ഭക്തികളുണ്ട്. ഇപ്പൊ അന്യഭക്തി. ഇനി വിദ്വേഷഭക്തി എന്ന് പറയും, റൈറ്റ്? വിദ്വേഷഭക്തി, ഹിരണ്യകശിപുവിന് ഹിരണ്യാക്ഷനൊക്കെ ഇവര് രാവണന് കുംഭകർണന് ഒക്കെ ആയിട്ട് ഇവര് ജയവിജയന്മാര് ജനിച്ച കഥ കേട്ടിട്ടില്ലേ? അപ്പൊ അത് വിദ്വേഷഭക്തിയാണ്. എന്നിൽ പരിപൂർണമായ ദേഷ്യം, ഭഗവാനെ പൂർണ്ണമായിട്ടും ദേഷ്യപ്പെട്ട് വിദ്വേഷം. പക്ഷെ അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടായ? കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് ഗോഡ്. ഭഗവാൻ എന്താ പറഞ്ഞ? കോൺസ്റ്റന്റ്ലി തിങ്ക് അബൌട്ട് മീ. ഇവരെന്ത് ചെയ്തു? കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് ഗോഡ്. പക്ഷെ അത്രയും ദേഷ്യത്തില് വിദ്വേഷഭക്തി, അതും ഒരു ഭക്തിയാണ്, റൈറ്റ്? സോ പല വിധത്തിൽ അനന്യഭക്തി എന്ന് പറയുമ്പോൾ ആ അൾട്ടിമേറ്റ് ലെവൽ വേർ യു ആൻഡ് ഐ ബിക്കം വൺ, ആ ഒരു ഇത്. അപ്പൊ മാനിഫെസ്റ്റഡ് ഫോമിൽ അനന്യഭക്തി വരുമോ എന്ന് ചോദിച്ചാല്, അനന്യഭക്തി വന്നാല് പിന്നെ മാനിഫെസ്റ്റ് അൺമാനിഫെസ്റ്റ് ഒന്നൊരു വ്യത്യാസം ഇല്ല. ദാറ്റ് ഈസ് ഹൗ യു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പം മാനിഫെസ്റ്റിൽ അനന്യഭക്തി വരുമോ എന്നുള്ളതല്ല, അനന്യഭക്തിയിൽ മാനിഫെസ്റ്റ് ഉണ്ടോ? ഇല്ല. അനന്യഭക്തിയിൽ മാനിഫെസ്റ്റും അൺമാനിഫെസ്റ്റും ഒന്നും ഇല്ല. അനന്യഭക്തിയിൽ അദ്വൈതമായി, അനന്യഭക്തിയിൽ യൂണിഫോമായി, അനന്യഭക്തിയിൽ ഏകത്വമായി, വേറൊന്നും ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ പിന്നെ അവിടെ മാനിഫെസ്റ്റ് ആണോ അൺമാനിഫെസ്റ്റ് ആണോ എന്നുള്ള ചോദ്യമേ ഇല്ല. അല്ല, നമ്മള് വേദാന്തങ്ങളിൽ പറയില്ലേ, ഓരോ ടൈപ്പ് ഓഫ് എന്താ പറയാ, ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന ലോകം, പിന്നെ ബ്രഹ്മലോകം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിപ്പം പക്ഷെ അതും പരംലോകം, അതും ഡിഫറെന്റ് അല്ലേ? ബ്രഹ്മലോകം എന്ന് പറയുന്നത് കുറെ കാലം കഴിഞ്ഞാൽ നശിക്കുന്ന ഒരു ലോകല്ലേ ശരിക്കും മീൻ ചെയ്യുന്നത്? ഇത് ഡീകപ്പിൾ ചെയ്യണേ. എനിക്ക് കുറെ ഉണ്ടായിട്ടുള്ള ചോദ്യമാണ്. ഡീകപ്പിൾ ചെയ്യണം. ഈ പല ലോകങ്ങൾ എന്ന് പറയുമ്പം ദീസ് ആർ ഓൾ ഫീൽഡ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമുക്ക് 3 ഡയമെൻഷനെ അറിയൂ ഇൻ ടേംസ് ഓഫ് സ്പേസ് ആൻഡ് 1 ഡയമെൻഷൻ ഓഫ് ടൈം, റൈറ്റ്? നമ്മുടെ ലിമിറ്റഡ് ഇന്റലക്റ്റിന് ഇത് കൺസീവ് ചെയ്യാനേ പറ്റൂ. പക്ഷേ യോഗിയായ ഒരാൾക്ക്, ഇപ്പൊ നമ്മൾ ഈ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി വായിക്കുക, അല്ലെങ്കിൽ ശ്രീ എമ്മിന്റെ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് അവര് ഇൻ ദെയർ യോഗിക് സെൻസ് ദേ ക്യാൻ സീ ഡയമെൻഷൻസ് ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ. സോ അപ്പൊ ഈ ദേവലോകം എന്ന് പറയുന്നത് ഭൂമി എന്നുള്ള പ്ലാനറ്റ് നമ്മൾ കാണുന്ന ലോകത്തിന് അപ്പുറത്ത് വേറൊരു സ്ഫെറിക്കൽ സാധനം വെച്ച് അങ്ങോട്ടൊരു വണ്ടിയിൽ കയറിപ്പോയി, അതൊന്നും അല്ല. ഇറ്റ്സ് അനദർ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് വിത്തിൻ യു, റൈറ്റ്? അപ്പൊ ഈ ലോകങ്ങളൊക്കെ ആർ തിങ്സ് വിത്തിൻ യു, exactly as നിങ്ങളുടെ ഇഷ്ടദൈവം ഈസ് ഓൾസോ an experience within you. അത് ഇപ്പൊ നമ്മുടെ ടെൻഡൻസിക്ക് അനുസരിച്ച്, നമ്മുടെ ഭാവങ്ങൾക്കനുസരിച്ച് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു
എന്താ പറയുക, ഒരു ഐഡൽ, ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഇഷ്ടദേവത എന്ന് പറയുന്നത്. ചിലർക്ക് രൗദ്രഭാവത്തിലുള്ള ശിവനെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ശാന്തനായ ഉണ്ണികൃഷ്ണനെ ആയിരിക്കും ഇഷ്ടം. അത് നമ്മുടെ രൂപത്തിൽ. അപ്പൊ ഇഷ്ടദേവത എന്ന് പറയുന്നതും is also related to your field of experience. So it is not something that is so when you get to the parama, the ultimate level, the Brahman level. So Brahman എന്നൊക്കെ പറയുമ്പോൾ no attributes, nothing. അപ്പൊ ബ്രഹ്മൻ അവിടെ മാനിഫെസ്റ്റ് ആണോ അൺമാനിഫെസ്റ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യനേ ഇല്ല. ബ്രഹ്മൻ അവിടെ സാത്വികമാണോ രാജസികമാണോ ഇല്ല, ത്രിഗുണാതീതനാണ്. ഇന്ന ഗുണമാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അപ്പം അവിടെ നമ്മൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ വേറെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇഷ്ടദേവത എന്നൊക്കെ പറയുമ്പോൾ അതും ഇതുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട. ദാറ്റ് ഈസ് ഓൺലി എ ഫീൽഡ് ഓഫ് യുവർ എക്സ്പീരിയൻസ്. ഇവിടെ പറയുന്നത് when you have transcended all those experiences, right? When there is no experience to be had about things that you experience, what you will experience. ബുദ്ധിസം പറയും ശൂന്യം, വേദാന്തം പറയും അദ്വൈതം. One without the second എന്ന് വേദാന്തം പറയും, ബുദ്ധിസം പറയും ശൂന്യം. That state where you have transcended all your experience. See, നമ്മുടെ ഇഷ്ടദേവത is in your experience, right? So ഇവിടെ പറയുന്ന ഐഡിയ is when you've transcended those experiences. അപ്പൊ അതൊരു ഡിസ്റ്റിങ്ഷൻ ആണ്. പക്ഷെ അവിടേക്ക് ഈ എക്സ്പീരിയൻസിൽ കൂടെ പോവാൻ പറ്റൂ. അഗെയിൻ പോൾ വാൾട്ടിൽ പോൾ ഇല്ലാതെ ചാടാൻ പറ്റില്ല എന്നുള്ളതുപോലെ ഈ എക്സ്പീരിയൻസുകളിലൂടെ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് നേരത്തെ പറഞ്ഞത്, നീ ഏത് രൂപത്തിൽ എന്നെ ഭജിച്ചാലും, നിന്റെ ഇഷ്ടദേവത ആരായാലും, നീ എന്നെ എങ്ങനെ കണ്ടാലും, ഏത് രൂപത്തിലായാലും, it doesn't really matter. The ariva, the idea, the understanding that I am beyond all of those, and essentially I am not different from that fundamental principle which is you, Tattvamasi. That is what you have to learn. അതൊരു ഫൈനൽ ലെവൽ അല്ലേ? ശരിക്കും നമ്മൾ പണ്ട് കുറെ 12 യജ്ഞങ്ങളൊക്കെ പറയില്ലേ, അതൊക്കെ ഓരോരോ ലെവലുകളല്ലേ ശരിക്കും? അത് എവിടെയാ പറഞ്ഞത്? കർമ്മയോഗത്തിലാ പറഞ്ഞത്. കർമ്മയോഗത്തിൽ. അതെ. അപ്പൊ കർമ്മം ചെയ്യാനുള്ള അപ്പൊ നമ്മള് ആക്ഷൻ ചെയ്ത് റിഫൈൻ ചെയ്യാനുള്ള ലെവലിലേക്ക് പറഞ്ഞതാണ് അവിടെ. അപ്പൊ പല യജ്ഞങ്ങൾ പറഞ്ഞു, പല എങ്ങനെയാണ് ഓഫറിങ്സ് ചെയ്യുക. മീൻസ് ഓഫറിങ്, പലതരത്തിലുള്ള ഓഫറിങ്സ് അവിടെ പറഞ്ഞത് were all for purification of mind. ഇവിടെ എത്തിയ ഒരാള് ഭഗവാൻ അവിടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്ത്, ആ പ്യൂരിഫൈഡ് എന്തിനാണ് മൈൻഡ് പ്യൂരിഫൈ ചെയ്യുന്നത്? പ്യൂരിഫൈഡ് ആയ മൈൻഡേ കോൺസെൻട്രേറ്റഡ് ആവുള്ളൂ, റൈറ്റ്? കാരണം ഇങ്ങനെയുള്ള സങ്കല്പ വികല്പങ്ങളുള്ള മനസ്സിന് ഒരു ഐഡിയയില് ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൈൻഡ് പ്യൂരിഫൈ ചെയ്യണം. മൈൻഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കർമ്മയോഗം മുഴുവൻ ഇസ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്. അങ്ങനെ മനസ്സ് ശുദ്ധീകരിച്ച് വന്ന ഒരാൾക്കാണ് ധ്യാനയോഗം പറയുന്നത്, യുവർ മൈൻഡ് ഈസ് നൗ പ്യുവർ, നൗ യു ക്യാൻ ഫോക്കസ് ഓൺ ഇറ്റ്, യു ക്യാൻ ഡു. അങ്ങനെ ധ്യാനയോഗം ചെയ്യുന്ന ഒരാൾക്ക് then you are adding on to the next level. What is that you are learning? The truth, the fundamental knowledge about truth ആണ് പിന്നെ ആഡ് ചെയ്യുന്നത്. ഇത് മൂന്നും കൂടെ വരുമ്പോഴാണ് കർമ്മജ്ഞാന ഭക്തി ചേരുമ്പോഴാണ് ഇത് പൂർണ്ണമായ നിലയിൽ എത്തുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇതൊക്കെ ആർ ഓൾ സ്റ്റേജസ്. യെസ്, യജ്ഞങ്ങളുടെ സ്റ്റേജ് ആണ്. നമ്മള് ഒരു വിഗ്രഹാരാധന ഇസ് എ സ്റ്റേജ്. ഇതിന്റെ എല്ലാ ഐഡൽസിനെ എടുത്ത് പഴകിക്കൊണ്ട് കളയണം, എനിക്ക് ഐഡലൊന്നും വേണ്ട എന്നല്ല, അതിലൂടെ അല്ലാതെ പറ്റില്ല. സോ വിഗ്രഹാരാധന ഇസ് എ സ്റ്റേജ് ദാറ്റ് യു ഗോ ത്രൂ. പക്ഷെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് 1+1=2 ആണോ സംശയിച്ചാൽ തലചോറ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അത് 1ാം ക്ലാസ്സിൽ കഴിഞ്ഞില്ലേ, റൈറ്റ്? സോ യു ഹാവ് ടു, വെൻ വൺ സ്റ്റേജ് ഇസ് ഓവർ. അതുകൊണ്ടാണ് സഡൻലി നമുക്കിപ്പോ തോന്നാറില്ലേ പല കാര്യങ്ങളും which you took so very important as so very critical are insignificant in the life in അടുത്ത സ്റ്റേജിൽ നമുക്ക് തോന്നാറില്ലേ? സിമ്പിൾ കാര്യം, റൈറ്റ്? പ്രേമിക്കുന്ന 2 ആൾക്കാര് കല്യാണം കഴിഞ്ഞാൽ that പ്രേമം has become insignificant. that പ്രേമത്തിന്റെ അവസ്ഥ കഴിഞ്ഞു, റൈറ്റ്? കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയും കൈയും കാലും പിടിച്ച് മരത്തിന്റെ ചുറ്റി കളിക്കാൻ നിന്നാല് you will look very ugly, right? പ്രേമിക്കുന്ന സമയത്ത് that was required or that was necessary or you thought that was necessary. കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ നോക്കിയാലോ, it has become insignificant, right? So ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും the previous stage has receded back into a less important role. ആ സമയത്ത് മനസ്സ് ശുദ്ധമാക്കാൻ വിഗ്രഹവും അമ്പലങ്ങളും ആവശ്യമുണ്ട്. You go beyond that, that's become less significant. പിന്നെ അതിൽ പിടിച്ചിരിക്കരുത്. That's a whole idea.
സോ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും, അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ എപ്പോഴും പറയും നമ്മൾ സെൽഫ് ഇവാലുവേഷൻ, റൈറ്റ്? അവനവൻ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, നമ്മളെക്കുറിച്ച് തന്നെ അറിയാൻ ശ്രമിക്കുക, വേർ യു ആർ എന്നുള്ളത് അറിയാൻ ശ്രമിക്കുക ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് അറിയണം നമ്മൾ എവിടെയാണ് എന്നുള്ളത്. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അറിയാണ്ട് 3ാം ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് എന്താ ഇതൊക്കെ എനിക്ക് അറിയുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു നോ ദാറ്റ് യു ഹാവ് ക്രോസ് ദിസ് ആൻഡ് യു ഹാവ് റീച്ച്ഡ് എ ഡിഫറെന്റ് പ്ലേസ്. അപ്പൊ കർമ്മവും യജ്ഞവും ഒക്കെ പ്രധാനമാണ്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ 18ാം അധ്യായം വരുമ്പോൾ പറഞ്ഞു സന്യാസം പറയുമ്പോൾ ഇത് പിന്നെ ഇതൊക്കെ ഇൻസിഗ്നിഫിക്കന്റ് ആയി. പിന്നെ എന്താ അവസാനം എന്താ പറയാ? ഭഗവാൻ എന്താ അവസാനം? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അവസാനം പറയുന്നത് അതാണ്, നീ പറഞ്ഞതിനെയൊക്കെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാവേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. നിനക്ക് മോക്ഷം ഞാൻ തരാം. ഇതൊക്കെ നീ അറിഞ്ഞ് നീ ചെയ്തത്, നീ ഈ സ്റ്റേജിൽ കൂടെ ഒക്കെ നീ വന്നു. നൗ ഡ്രോപ്പ് എവറിത്തിങ്. സകല ധർമ്മം നീ ചെയ്ത നിന്റെ കുടുംബധർമ്മം, നിന്റെ ക്ഷത്രിയ ധർമ്മം, നിന്റെ രാജ്യഭരണ ധർമ്മം. നൗ യു ഡ്രോപ്പ് എവറിത്തിങ് ആൻഡ് കം ടു മീ. ഒക്കെ ചെയ്യാതെ വരരുത്. ഇതൊക്കെ ചെയ്തിട്ട്, കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട്, കർമ്മഫലത്യാഗം, സന്യാസം ഒക്കെ ചെയ്ത് നൗ ഡ്രോപ്പ് എവറിത്തിങ്. അതല്ലേ അവസാനം 18ാം അധ്യായത്തിൽ അവസാനമായിട്ട് പറയുന്ന, ഏറ്റവും ഭഗവത്ഗീതയിൽ എപ്പോഴും ഓരോ കഴിഞ്ഞ അവസാനം ഡെഫിനറ്റ് ആയിട്ട് ചെല്ലുന്ന ഒരു അല്ലെങ്കിൽ ഗീതാധ്യാനത്തിന്റെ അവസാനം എപ്പോഴും ചൊല്ലുന്ന ഇതാണ്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാവേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഐ വിൽ ഗിവ് യു, ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് യു, ഐ വിൽ ലിബറേറ്റ് യു. എങ്ങനെ? ഇഫ് യു കം ടു മീ ആഫ്റ്റർ റിലിൻക്വിഷിംഗ് ഓൾ ഓഫ് യുവർ ധർമ്മ. നമ്മുടെ ധർമ്മം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട്, വാട്ട് ഇസ് ധർമ്മം? ധർമ്മ ഇസ് വാട്ട് മേക്ക് സംതിങ് വാട്ട് ദാറ്റ് ഈസ്. പഞ്ചസാരയുടെ ധർമ്മം മധുരമാണ്. പഞ്ചസാരയോട് പറയാണ്, മധുരം ഉപേക്ഷിച്ചിട്ട് വാ, നിനക്ക് ഞാൻ മോക്ഷം തരാം. So it looks very contradictory, right? പക്ഷെ നീ ആരാണെന്ന് നീ ധരിച്ചിരുന്നുവോ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണം. ദാറ്റ് ഈസ് ദ വേ ഫോർ അൾട്ടിമേറ്റ് ലിബറേഷൻ, റൈറ്റ്? ആടയാഭരണങ്ങളൊക്കെ അഴിച്ച്, ഇതാണ് ഞാൻ എന്നുള്ള ശരീരബോധമാണ്, മനസ്സാണ്, ഇന്റലക്റ്റ് ആണ്, ഇതൊക്കെ അഴിച്ചു വെച്ച്, പക്ഷെ അതൊക്കെ അതുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ തീർത്തിട്ട് അതിന്റെ ഫലത്യാഗങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വരിക. Then I will take you to liberation. ഈ നിരധ്യാസനം എന്ന് പറഞ്ഞാ നിരധ്യാസനം, അങ്ങനെ ഒരു വേർഡില്ല, എന്താണ് നിരധ്യാസനം? നിരിധ്യാസനം അത് എന്ന് പറഞ്ഞാ അത് ശ്രവണം, മനനം, നിധിധ്യാസനം. ഈ 3 പ്രോസസ്. ശ്രവണം എന്നുള്ളത് കേൾക്കുക, നമ്മൾ ശ്രവിക്കുക. കേട്ടതിനെ മനനം ചെയ്യുക, കോൺടെംപ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഉറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഇതാണ് അപ്പൊ കേട്ടത്. ഇപ്പൊ ഒരു ഗുരുവിന്റെ വാക്യമാണെങ്കിൽ എന്താണ് ഗുരു പറഞ്ഞത്, അതിന്റെ ഗുരു ഇത്രേ പറഞ്ഞുള്ളൂ, അതിനെ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് പറ്റുന്ന എക്സാമ്പിൾസ് ഉപയോഗിച്ച് എനിക്ക് മനസ്സിൽ തന്നെ ഉറക്കുക. അത് തിയറിറ്റിക്കലായി. നിധിധ്യാസനം ഇസ് എ പ്രാക്ടീസ്. ടിപ്പിക്കലി മെഡിറ്റേഷനെയാണ് നിധിധ്യാസനം എന്ന് പറയുക. ബട്ട് ജനറലി എനി പ്രാക്ടീസ് ഇസ് നിധിധ്യാസനം. അത് എങ്ങനെയാണ് പ്രാക്ടീസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിധിധ്യാസനം. അപ്പോൾ ഒരാൾക്ക് ഒരു അറിവായിട്ടുള്ളതിനെ, അറിവിനെ അനുഭവമാക്കുന്ന പ്രോസസ്സാണ് നിധിധ്യാസനം. ശ്രവണം അറിയാനുള്ള വഴി, മനനം അറിവിനെ ഉറപ്പിക്കല്, അറിവിനെ അനുഭവമാക്കുന്ന പ്രോസസ്സാണ് നിധിധ്യാസനം. ഓക്കെ, ബിജോയ്ജി, ശ്രീറാം, വേറെ എന്തെങ്കിലും ഉണ്ടോ? ശ്രീറാം വല്ലതും ഉണ്ടോ? ഓക്കെ, എന്നാ നമുക്ക് അവസാനിപ്പിക്കാം. ബിജോയ്ജി ചെയ്യുന്നോ? കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ആനന്ദലോല കൃഷ്ണ, എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ, കാത്തരുളീടു കൃഷ്ണ, കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ.
നീലാംബുജാക്ഷ കൃഷ്ണ എന്നും നീ തന്നെ രക്ഷ കൃഷ്ണ. സന്ധ്യാസമീരനാം സൗഭാഗ്യദായക വസുദേവദേവ കൃഷ്ണ, എന്റെ വനമാലയായ കൃഷ്ണ. സന്താപമാറ്റു കൃഷ്ണ, സ്നേഹ സന്മാർഗമേകു കൃഷ്ണ. സായുജ്യ രാമകൃഷ്ണ, എന്റെ ശ്രീവത്സധാരി കൃഷ്ണ. കൺകണ്ട ഗോപകൃഷ്ണ, എന്റെ കണ്ണീർ തുടച്ച കൃഷ്ണ. കായാമ്പുവർണ്ണനാം രാജീവലോചന കല്യാണ ചാരു കൃഷ്ണ. ശാന്ത കൈവല്യ ഭാവ കൃഷ്ണ. യദുവംശ പാഹി കൃഷ്ണ, ഭക്ത പരിപാലനാഥ കൃഷ്ണ. നാരായണീയ കൃഷ്ണ, നന്മയേകീണമെന്റെ കൃഷ്ണ. മുരളീ മുകുന്ദ കൃഷ്ണ, മൂന്നു ലോകങ്ങൾക്കുടയ കൃഷ്ണ. ഗോവിന്ദ ഗോപാലം വേദാന്ത വല്ലഭം ഗുരുവായൂർ കുഞ്ഞു കൃഷ്ണ, എന്റെ ഗുരുവായ ഗാന കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ.